makes all things beautiful in His time. Lord, please show me every day as you're teaching me your way, that you do just what you say in your time, in your time, in your time. You make all things beautiful in your time. Lord, please show me every day as you do what to say, that you do just what you say in your time. There's a time, there's a time, there's a time, both for sowing and for reaping. There's a time for losing, time for gain, time for joy and time for pain. Every purpose under heaven has a time. In His time, in His time, in His time. You make all things beautiful in His time. Lord, please show me every day as you're teaching me your way, that you do just what you say in your time. Lord, please show me every day as you're teaching me your way, that you do just what you say in your time. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സ്റ്റേജിലേക്ക് പ്രിയ വിൽഫ്രഡ് സാറ്, പ്രിയ സന്തോഷ് സാറ്, ഷിജോ സാറ്, പ്രിയമുള്ളവര്, പ്രിയ പ്രസ്പെക്ടർ തുടങ്ങിയവർ, ടീച്ചേഴ്സ്, പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് പ്രിയ കുഞ്ഞിനെ ക്ഷണിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ പറഞ്ഞ ഡിഗ്നിറ്ററീസ് പ്ലീസ് കം ടു ദ സ്റ്റേജ്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. പ്ലീസ് ബി സീറ്റഡ്. I would like to read a holy scripture for all of you. Hear, my children, the instruction of a father, and give attention to know understanding.
For I give you good doctrine. Do not forsake my law. When I was my father's son, tender and the only one in the sight of my mother, he also taught me and said to me, let your heart retain my words. Keep my commands and live. Get wisdom, get understanding. Do not forget, nor turn away from the words of my mouth. Do not forsake her, and he will preserve you. Love her, and she will keep you. Wisdom is the principal thing, therefore get wisdom, and in all you are getting, get understanding. Exhort her, and he will promote you. She will bring you honor, and you embrace her. She will place on your head an ornament of grace, a crown of glory she will deliver unto you. എല്ലാവർക്കും നമസ്കാരം. സോഫിയ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഓപ്പണിംഗ് ആയി കൂടി വരുവാൻ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിനായി സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന പാരൻസ്, വിദ്യാർത്ഥികൾ, ചീഫ് ഗസ്റ്റായി വന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനമുള്ള MLA, മറ്റെല്ലാവർക്കുമായി അവരുടെ സാന്നിധ്യത്തിനായി ഞാൻ വളരെ നന്ദിയോടെ ആയിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ സ്കൂളിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ പ്രീ ഓപ്പണിംഗ് സെറമണിയിൽ പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ പ്രദേശത്തുള്ള പ്രത്യേകിച്ച് പഠിക്കുവാനൊക്കെ ഒത്തിരി വളരെ താല്പര്യവും കഴിവും ഉണ്ടായിട്ടും അതിനും അത്രത്തോളം സാധ്യതകളോ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസോ ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് ഒരു സ്ഥാപനം തുടങ്ങുവാൻ നമുക്ക് ഇടയായി. അതിൻ്റെ ഒരു ഹംബിൾ ബിഗിനിങ് ആയിട്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. എങ്കിലും തുടക്കത്തിൽ നാം പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലൊരു പ്രോഗ്രസ് പ്രത്യേകിച്ച് അഡ്മിഷനോടബന്ധത്തിലും ഒക്കെ ഉണ്ടായി. ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. 40-ലധികം സ്റ്റുഡൻസ് ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. ഇനിയും എൻക്വയറീസ് വരുന്നു, അഡ്മിഷൻ ഇനിയും ഉണ്ടാകും. പ്രതീക്ഷനേക്കാൾ നല്ലൊരു തുടക്കം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇപ്രകാരം ഇങ്ങനെ ഒരു ഓപ്പണിംഗ് സെറമണി നാം ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം അത് വളരെ പ്രധാനമാണ്. അപ്പോൾ തന്നെ നമ്മുടെ ബഹുമാനമുള്ള ചീഫ് ഗസ്റ്റും മറ്റെല്ലാ ഡിഗ്നറീസും ക്ഷണം സ്വീകരിച്ച് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരെയും ഒഫീഷ്യലായി വെൽക്കം ചെയ്യേണ്ടതിനായി സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പലായിരിക്കുന്ന മിസ് ലേഖ മുന്നോട്ട് കടന്നു വരും. അതിനായി ക്ഷണിക്കുന്നു. Respected parents, children, നമ്മുടെ ചീഫ് ഗസ്റ്റായ സ്റ്റീഫൻ MLA, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന ചന്ദ്രബാബു, അതുപോലെ വിശിഷ്ട വ്യക്തികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ജനങ്ങൾക്കും സ്വാഗതം അർപ്പിക്കുക എന്നാണ് എന്നിൽ നിശ്ചിതമായിരിക്കുന്ന കർത്തവ്യം. നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ സോഫിയ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ടാണ് നാം എല്ലാവരും ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷയെക്കാളിലും നല്ലൊരു അഡ്മിഷൻ ഒത്തിരി വിദ്യാർത്ഥികളെ നമുക്ക് ലഭിക്കാനിടയായി. അത് തുടക്കം ചെറിയതിലൂടെ ആണെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നു സർവശക്തനായ ദൈവം വലിയതാക്കി തീർക്കും, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. എൻ്റെ ഉത്തരവാദിത്തത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ നമ്മൾ നന്ദി അർപ്പിക്കാനുള്ളത് സർവശക്തനായ ദൈവത്തിനാണ്. ആകാശഭൂമി സകലചരാചരങ്ങളെ സൃഷ്ടിച്ച, വാക്കുകൊണ്ട് സൃഷ്ടിച്ച ആ ദൈവത്തിന് സകല നന്ദി അർപ്പിക്കുന്നു. അതുമാത്രമല്ല, 2 ദിവസങ്ങളിലും കനത്ത മഴയുടെ പ്രയാസമുണ്ടായിരുന്നു. ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞു, നമ്മൾ ദൈവത്തോട് മനമൊരുക്കി പ്രാർത്ഥിക്കുക നല്ലൊരു കാലാവസ്ഥ തരാൻ. എന്നാൽ നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ദൈവം കാലാവസ്ഥ വളരെ നമുക്ക് അനുകൂലമാക്കി തന്ന ദൈവത്തിന് സർവ്വമാനവും മഹത്വം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലോട്ട് കടക്കുന്നു. ആദ്യമായി
സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന ജി സ്റ്റീഫൻ MLA അവർകൾക്കാണ്. സാർ ഒത്തിരി തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മളെല്ലാം അറിഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വലിയ തിരഞ്ഞെടുപ്പിലോട്ട് കടന്നു കഴിഞ്ഞു. ഇനി ഇലക്ഷൻ്റെ ഫലത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. സാർ ഈ തിരക്കുകളുടെ ഇടയിലാണ്. എന്നാൽ നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോൾ സാറ് വളരെ സന്തോഷപൂർവ്വം നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും ഉദ്ഘാടന കർമ്മം വളരെ മനോഹരമായി നിർവഹിക്കുകയും സാറിൻ്റെ പ്രസൻസ് നമുക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുകയും നമുക്ക് നല്ലൊരു സന്ദേശം തരാൻ സാറ് കാണിച്ച നല്ല മനസ്സിനും സാറിൻ്റെ സാന്നിധ്യത്തിനും വളരെ നന്ദി അർപ്പിച്ചുകൊണ്ട് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പറായ ചന്ദ്രബാബു അവർക്കാണ്. ഇവിടുത്തെ ഈ ഒരു വിദ്യാഭ്യാസത്തിന്, ഈ ചെറിയ സംരംഭത്തിന് നല്ലൊരു പിന്തുണ നൽകിക്കൊണ്ട് തന്നെ നമ്മൾ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ വളരെ നമുക്ക് നല്ലൊരു അനുഗ്രഹമായിരുന്നു. ഈ ഒരു മീറ്റിങ്ങിന്, ഈ ഒരു ഉദ്ഘാടന വേദിയിൽ ഇത്രയും മനോഹരമാക്കി തീർക്കാൻ വളരെയധികം പങ്കുവയ്ക്കുന്ന നമ്മുടെ വാർഡ് മെമ്പറായിരിക്കുന്ന ചന്ദ്രബാബുവിന് ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കേണ്ടത് M. ഓവാസ് സാർ. സാർ ഒരു വലിയ റിട്ടയർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. സാർ ഇവിടുത്തെ രക്ഷാധികാരിയായിട്ട് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും സാർ ഉപദേശം തരുന്നു. സാറിൻ്റെ ഉപദേശം നമ്മുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ നന്മയ്ക്കുതകുന്നതാണ്, വളരെ അനുഗ്രഹമാക്കി തീർക്കുന്നു. സാറിൻ്റെ സാന്നിധ്യം നമുക്ക് നല്ലൊരു അനുഭവമാണ്. സാറും തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ കൂടെ വന്ന് ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കാൻ വന്ന സാറിന് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കേണ്ടത് ഇവിടുത്തെ SVS പ്രിൻസിപ്പളായ ജോൺ സാമുവൽ അവർകൾക്കാണ്. സാറ് നമ്മളോട് ഈ നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സിലെ ഒരു പ്രധാന അംഗമാണ്. സാറും ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളിലും നമ്മളെ കൂടെ നിന്ന് നമുക്ക് നല്ല ഉപദേശം തന്ന് എല്ലാ കാര്യങ്ങളിലും സാറിൻ്റെ പങ്ക് വളരെ വലുതാണ്. സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം അർപ്പിക്കേണ്ടത് പാസ്റ്റർ സുരേഷ് പ്ലാമൂർ. സാറും പാസ്റ്ററും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ സാന്നിധ്യത്തിന് വളരെ അനുഗ്രഹമാക്കി തീർക്കാൻ സാറിൻ്റെ പങ്ക് വലുതാണ്. സാറിനെ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം അർപ്പിക്കേണ്ടത് വിൽഫ്രഡ് സാർ. സാറും ഒരു ഗവൺമെൻറ് റിട്ടയർഡ് എംപ്ലോയി ആണ്. സാറും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സാറിൻ്റെ ഉപദേശം വളരെ വലുതാണ്. ഈ സ്ഥാപനത്തിൽ സാറും നമ്മളെ സ്നേഹിച്ച് ഈ സ്ഥാപനത്തിൻ്റെ നല്ല വളർച്ചയ്ക്ക് വേണ്ടി സാറും സഹായിക്കുന്നു. സാറിൻ്റെ സാന്നിധ്യം നമുക്ക് വളരെ അനുഗ്രഹമാണ്. സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം അർപ്പിക്കേണ്ടത് പാസ്റ്റർ ജോൺ കുമാർ അവർകൾക്കാണ്. പാസ്റ്റർ നമ്മുടെ ഈ സ്ഥാപനത്തിലെ പല മെമ്പേഴ്സും അംഗമുള്ള നെടുങ്കുഴി ചർച്ചിൻ്റെ പാസ്റ്ററാണ്. പാസ്റ്ററെയും ഞാൻ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് സ്വാഗതം അർപ്പിക്കേണ്ടത് നമ്മൾക്കെല്ലാവരും അറിയുന്നത് പോലെ നമ്മുടെ ഇവിടുത്തെ പ്രിയ വിദ്യാർത്ഥിയേക്കും രക്ഷിതാർക്കുമാണ്. പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നിങ്ങളിവിടെ സന്നിധരാകുന്നില്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ, ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് കൂടെ സാധ്യമല്ലായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഗ്രാൻഡ് സെറമണിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടുത്തെ പ്രധാന സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികളാണ്. പാരൻസ്, നിങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഈ സ്കൂള് വലിയൊരു സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ തുടങ്ങിയിരിക്കുകയാണ്. നല്ലൊരു തലമുറ വാർത്തെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതിന് നിങ്ങളെല്ലാ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും നമ്മളിവിടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമ്മൾ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന SVS സ്റ്റാഫ്, അതേപോലെ തന്നെ ഷെജിൻ സാർ, മാനേജറായിരിക്കുന്ന ഷെജിൻ സാർ, എല്ലാ ടീച്ചേഴ്സ്, അതേപോലെ തന്നെ SVS സ്റ്റുഡൻസ് എല്ലാവരെയും, അതുമാത്രമല്ല ആരൊക്കെ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്നു എല്ലാവരെയും ഇവിടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. Good morning all. അടുത്തത് ഇനാഗുറൽ സ്പീച്ചാണ്. നെക്സ്റ്റ് ഈസ് ഇനാഗുറൽ സ്പീച്ച് ബൈ അവർ റെസ്പെക്റ്റഡ് MLA
I welcome all our teachers, especially welcome and thank you our principal Leha, Miss Leha, for giving leadership, and all our teachers. Let's put our hands together for these giants to make this institution into its next level. പ്രിയ MLA സാറിനെ അധ്യക്ഷ പ്രസംഗത്തിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇവിടെ ഈ മേഖലയെ പ്രതിനിധീകരിച്ച് ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് പ്രിയ മെമ്പറായിരിക്കുന്ന ഞങ്ങൾ ഉണ്ണിയണ്ണൻ എന്ന് വിളിക്കുന്ന ഉണ്ണിയണ്ണനാണ് ഇവിടെ വന്ന് പറഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് ഇന്ന് ഞാൻ ഓർക്കുന്നു. സ്റ്റീഫൻ അണ്ണൻ ഇലക്ഷന് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്ക് അന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. 2ാം ക്ലാസ്സിൽ വെച്ച് തൻ്റെ അമ്മയും 4ാം ക്ലാസ്സിൽ വെച്ച് തൻ്റെ അപ്പനും തനിക്ക് നഷ്ടപ്പെട്ടു. എന്നിട്ടും താൻ ജീവിതത്തോടും സമൂഹത്തോടും ദേശത്തോടും തൻ്റെ പ്രതിസന്ധികളോടും മല്ലടിച്ച് അതിനെ തരണം ചെയ്ത് താൻ ഇന്ന് ആയിരിക്കുന്ന പൊസിഷനിൽ എത്തുവാൻ കാരണം തനിക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, സമൂഹത്തിന് വേണ്ടി ജനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരു വാഞ്ച ഉള്ളിലുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പ്രധാനമായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിനാണ്. പ്രത്യേകിച്ച് മലയോര ഗ്രാമമായിരിക്കുന്ന ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ സ്കൂളുകളെ തന്നാൽ കഴിയുന്നിടത്തോളം ഡെവലപ്പ് ചെയ്യാൻ താൻ ശ്രമിക്കുന്നുണ്ട്. നല്ല സൗകര്യങ്ങൾ സ്കൂളിലേക്ക് അദ്ദേഹം നൽകുന്നുണ്ട്. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അദ്ദേഹം നമ്മെയും നമ്മുടെ സ്ഥാപനത്തെയും അദ്ദേഹം സ്നേഹിച്ച് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു. വിശേഷാൽ അദ്ദേഹത്തെ കൊണ്ട് ഇന്നത്തെ നമ്മുടെ സ്കൂൾ ഉദ്ഘാടനം ചെയ്യിക്കണമെന്ന് ഞങ്ങൾ ചിന്തിച്ചതിന് തന്നെ ഒരു പ്രധാന കാരണം അദ്ദേഹം ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധികളെയും വിജയിച്ച് അദ്ദേഹം അദ്ദേഹം എത്തിയിരിക്കുന്ന ആ പൊസിഷൻ തന്നെ നമുക്കൊരു മാതൃകയാണ് എന്ന് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ തീരുമാനിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ഞങ്ങളുടെ സ്കൂൾ ഉദ്ഘാടനം ചെയ്ത സാറിനെ ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സോഫിയ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ ഷെജൻ, നമുക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ച ബഹുമാന്യയായ ലേഖ ടീച്ചർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ചന്ദ്രബാബു, ഈ സദസ്സിൽ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ശ്രീ യോവ സർ, ശ്രീ വിൽഫ്രഡ്, പാസ്റ്റർ ജോൺ കുമാർ, ശ്രീ ഷിജോ, ശ്രീ സുരേഷ് കുമാർ, ശ്രീമതി വിദ്യ ടീച്ചർ, ശ്രീമതി ആരതി ടീച്ചർ, ശ്രീ ക്രിസ്റ്റിൻ, സത്യവേദ സെമിനാരിയുടെ പ്രിൻസിപ്പൽ ശ്രീ ജോൺ സാമുവൽ, ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മറ്റ് ബഹുമാനപ്പെട്ട അധ്യാപകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, സത്യവേദ സെമിനാരിയിലെ വിദ്യാർത്ഥികൾ, ഈ സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികളായി ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ അഭ്യുദയകാംക്ഷികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ രാവിലെ സമയം നിങ്ങളുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിൽ ഞാൻ പങ്കെടുക്കുന്നത്. ആ സന്തോഷത്തിൻ്റെ കാര്യം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിലൊരു പുതിയ സൃഷ്ടിക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രദേശത്ത് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. ആർക്കും സംശയം വേണ്ട, വിലമതിക്കാൻ കഴിയാത്ത ഒരു ധനം മനുഷ്യന് ലഭിക്കുന്നത് വിദ്യാഭ്യാസമാണ്. ആ ധനം കുട്ടികൾക്ക് സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് വിദ്യാലയങ്ങൾ. നമ്മുടെ വിദ്യാഭ്യാസം പ്രാചീനകാലം, മധ്യകാലം, ആധുനിക കാലം എന്നുള്ള നിലയിൽ നമുക്ക് തിരിക്കാൻ വേണ്ടി കഴിയും. പ്രാചീന കാലത്തും മധ്യകാലത്തും ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിച്ചിരുന്നില്ല. വിദ്യാഭ്യാസം ലഭിച്ചിരുന്നത്
സമ്പന്ന വർഗത്തിനും വരേണ്യവർഗത്തിനും മാത്രമാണ്. നാട്ടിൽ സമ്പന്നൻ്റെ എണ്ണം കുറവായിരുന്നു, വരേണ്യവർഗത്തിൻ്റെ എണ്ണവും കുറവായിരുന്നു. പക്ഷേ ധനവും സ്വത്തും വിദ്യാഭ്യാസവും എല്ലാ സുഖസൗകര്യങ്ങളും അവർക്ക് മാത്രമാണ് ലഭിച്ചിരുന്നത്. മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് അത് ലഭ്യമല്ലായിരുന്നു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനത്തിന് ശേഷം മുഖ്യമായിട്ടുള്ള പങ്ക് വഹിക്കാൻ വേണ്ടി കഴിഞ്ഞത് ക്രൈസ്തവ മിഷണറിമാർക്കാണ്. ക്രൈസ്തവ മിഷണറിമാർ പഴയ തിരുവിതാംകൂറിലേക്കും തിരുക്കൊച്ചിയിലേക്കും മലബാറിലേക്കും കടന്നു വരുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം വളരെയേറെ കലുഷിതമായിരുന്നു. അതിൽ പ്രധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും വിദ്യാഭ്യാസമില്ല. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ദൃഷ്ടിയിൽപ്പെട്ടാൽ തന്നെ ദോഷമുള്ള ജനവിഭാഗങ്ങൾ അധിവസിച്ചിരുന്നൊരു സമൂഹം, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാഴ്ന്നിരുന്ന ഒരു പ്രദേശം. മഹാനായ സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു, കേരളം ഒരു ഭ്രാന്താലയമാണ്. ഭ്രാന്തൻ ചിന്താഗതിയുള്ള ഭ്രാന്തൻ നിലപാടുകൾ വച്ചു പുലർത്തുന്നവരുടെ കേന്ദ്രമാണ് കേരളമെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. ആ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നും ഇന്ന് നമ്മൾ കാണുന്ന ഈ കുഗ്രാമത്തിൽ മരത്തകടി ഒരു ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം വരുന്നത് വരെയുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അത് വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിയുടെ ചരിത്രം കൂടിയാണ്. ക്രൈസ്തവ മിഷണറിമാർ പള്ളിയോട് ചേർന്ന് സ്ഥാപിച്ചത് പള്ളിക്കൂടമായിരുന്നു. ഒരു പള്ളി സ്ഥാപിച്ചാൽ അതിനോട് ചേർന്ന് ഒരു പള്ളിക്കൂടം സ്ഥാപിക്കും. എന്തുകൊണ്ട് അവർ മറ്റ് സ്ഥാപനങ്ങൾ സ്ഥാപിക്കാതെ പള്ളിക്കൂടം സ്ഥാപിച്ചു? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് വേണമെങ്കിൽ ഫാക്ടറി സ്ഥാപിക്കാം, മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം. പക്ഷേ അവർ പള്ളിയോട് ചേർന്ന് സ്ഥാപിച്ച സ്ഥാപനം പള്ളിക്കൂടമായിരുന്നു. കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന പല കോളേജുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുമെല്ലാം അന്ന് അവർ പള്ളിയോട് ചേർന്ന് ഓല ഷെഡിൽ സ്ഥാപിച്ച ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. അതാണ് അന്നത്തെ സാഹചര്യം. അന്ന് വിദ്യാഭ്യാസം ലഭിക്കാൻ നിവൃത്തിയില്ലായിരുന്ന, സാമ്പത്തികമായും ജാതീയമായും അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തെ സൗജന്യമായി മിഷണറിമാർ അവർ സ്ഥാപിച്ച പള്ളിക്കൂടത്ത് കൊണ്ടുവന്ന് വിദ്യാഭ്യാസം കൊടുത്തു. വിദ്യാഭ്യാസം മനുഷ്യൻ്റെ അകക്കണ്ണ് തുറക്കും. ആ പ്രകാശത്തിൽ അവനവൻ്റെ ജീവിത അവസാനം വരെ ജീവിക്കും. ആ കാഴ്ചപ്പാടാണ് അന്ന് മിഷണറിമാർ പള്ളിക്കൂടം സ്ഥാപിക്കുമ്പോൾ വച്ചു പുലർത്തിയത്. മാത്രമല്ല, ക്രൈസ്തവ ദർശനത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് സേവനമാണ്. സേവനമില്ലെങ്കിൽ ക്രൈസ്തവ ദർശനത്തിന് നിലനിൽപ്പില്ല. സേവന മേഖലയിലെ ഒന്നാമത്തെ ഘടകമാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം സേവന മേഖലയാണ്, ആരോഗ്യ സേവന മേഖലയാണ്. ലാഭകരമായി നമ്മൾ കാണേണ്ട മേഖലയല്ല, സേവനപരമായി കാണേണ്ട മേഖലയാണ്. ആ സേവന മേഖലയിലുള്ള സ്ഥാപനങ്ങളാണ് സഭകൾ ആദ്യം സ്ഥാപിച്ചത്. അത്തരത്തിൽ അവരെടുത്ത നിലപാട് 57 അധികാരത്തിൽ വന്ന ഒന്നാമത്തെ ഗവൺമെൻറ്, EMSൻ്റെ ഗവൺമെൻറ് എടുത്ത വിദ്യാഭ്യാസ രംഗത്തെ ഫീസ് ആനുകൂല്യം അടക്കമുള്ള നിലപാടുകളും സാധാരണക്കാരന് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്ത് പോയി ജോലിയെടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. അത് ഏകദേശം 65 മുതൽ ആരംഭിച്ചതാണ്. 65-70 ആരംഭിച്ചതാണ് ആ പ്രയാണം. മൈഗ്രേറ്റ് ചെയ്ത ഏറ്റവും വലിയൊരു ജനവിഭാഗം മലയാളികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വിദേശത്ത് പോയി തൊഴിലെടുക്കാനുള്ള പ്രാപ്തി ഉണ്ടായത് ഈ കേരളത്തിൽ നിന്നും ലഭിച്ച വിദ്യാഭ്യാസം കൊണ്ടാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അത്തരത്തിലുള്ളൊരു സമീപനം അന്ന് കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. കേരളം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇന്നും ഒന്നാം സ്ഥാനത്താണ്. നീതി ആയോഗിൻ്റെ കഴിഞ്ഞ വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ കേരളം വിദ്യാഭ്യാസത്തിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നമ്മളെക്കാൾ 17 പോയിൻ്റ് താഴെയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം നിലനിൽക്കുന്നത്. ഈ നിലയിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം വളരാൻ കാരണം സർക്കാർ മാത്രമല്ല, സർക്കാരിനോടൊപ്പം തന്നെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിസ്തുലമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന അരുവിക്കര മണ്ഡലത്തിൽ 8 പഞ്ചായത്തുകളിലായി 102 സ്കൂളുകളാണ് പ്രവർത്തിക്കുന്നത്. ഈ 102 സ്കൂളുകളിൽ 58 സ്കൂളുകൾ ഗവൺമെൻറ് നടത്തുന്ന സ്കൂളുകളാണ്, LP സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ. അതേപോലെ തന്നെ 18 സ്കൂളുകൾ എയ്ഡഡ് മാനേജ്മെൻറ്റുകൾ നടത്തുന്നതാണ്, അതും LP മുതൽ ഹയർ സെക്കൻഡറി വരെ ഉണ്ട്.
റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവർക്ക് റെക്കഗ്നേഷൻ ഉണ്ട്, എന്നാൽ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെ 24 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ 102 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളതാണ് അരുവിക്കര മണ്ഡലം. ഈ കുഗ്രാമങ്ങളുള്ള വനമേഖലയുള്ള സാധാരണക്കാർ ജീവിക്കുന്ന ഈ മണ്ഡലത്തിൽ 102 സ്കൂളുകൾ പ്രവർത്തിക്കുന്നു എങ്കിൽ മറ്റ് പ്രദേശങ്ങൾ ഇതിനേക്കാൾ പ്രവർത്തിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് നൽകാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക കാഴ്ചപ്പാടുള്ള രക്ഷകർത്ത സമൂഹവും പൊതുസമൂഹവുമാണ് നമുക്കുള്ളത്. ഞങ്ങളെല്ലാം വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ഞങ്ങളുടെ രക്ഷകർത്താക്കൾക്ക് അതിനുള്ള വിദ്യാഭ്യാസമോ പ്രാപ്തിയോ സാഹചര്യമോ ഇല്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ രക്ഷകർത്ത സമൂഹം എന്ന് പറയുന്നവർ നല്ല വിദ്യാഭ്യാസം നേടിയവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം ലഭ്യമാകാൻ വേണ്ടി കഴിഞ്ഞവരാണ്. ആ വിദ്യാഭ്യാസം അവർ അവരുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി തയ്യാറാകും. വിദ്യാഭ്യാസം എന്തിനു വേണ്ടിയാണ്? പലപ്പോഴും പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. എന്തിനാണ് വിദ്യാഭ്യാസം? പലരും പറയുന്നു ജോലി ലഭിക്കാനാണ് വിദ്യാഭ്യാസം. ആ ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണ്, പൂർണ്ണമായും ശരിയല്ല. ജോലി ലഭിക്കണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. പക്ഷേ വിദ്യാഭ്യാസം ജോലി ലഭിക്കാൻ മാത്രമുള്ള മാധ്യമമായി നമ്മൾ കാണേണ്ടതില്ല. വിദ്യാഭ്യാസം ഉത്തമനായിട്ടുള്ള പൗരനെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതാണ് വിദ്യാഭ്യാസം. മാതൃകയായിട്ടുള്ള മൂല്യബോധമുള്ള ഒരു പൗരനെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് എല്ലാവരും വിദ്യാഭ്യാസം നേടണം. കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഉത്തമ പൗരന്മാരായി ജീവിക്കണമെന്നാണ്. എങ്കിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം. അതാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാർവത്രിക വിദ്യാഭ്യാസം. സാർവത്രിക വിദ്യാഭ്യാസം എന്നുള്ള വാക്കിനോടൊപ്പം സൗജന്യ വിദ്യാഭ്യാസവും പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. എന്നാൽ പല മേഖലകളിലും അത് പ്രാവർത്തികമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഫീസ് കൊടുക്കേണ്ടതില്ല. കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സാമ്പത്തിക ശേഷിയില്ലാത്തവർക്ക് ഫീസ് ആനുകൂല്യമുണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം ബസ്സിൽ കയറി സഞ്ചരിക്കാൻ കൺസെഷനുണ്ട്. സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളും അതേപോലെ തന്നെ യൂണിഫോമും അതേപോലെ ഭക്ഷണവും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയാണ്. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം നിങ്ങളോടും പറയാം. ഇന്നത്തെ ക്ലാസ് മുറിയാണ് നാളത്തെ സമൂഹം. നാളത്തെ സമൂഹത്തെ നന്നാക്കണമെങ്കിൽ നാളെ കതിരിന്മേൽ വളം വെച്ചിട്ട് ഒരു കാര്യമില്ല. നാളത്തെ സമൂഹം നന്നാകണമെങ്കിൽ ഇന്നത്തെ ക്ലാസ് മുറി നന്നാകണം. ആ കാഴ്ചപ്പാടിലാണ് ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ വിജയത്തിന് ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബായി കേരളത്തെ മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രംഗത്ത് എല്ലാവരുമായി 3 ഇതളുകളായിട്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം നിൽക്കുന്നത്. സർക്കാർ, എയ്ഡഡ്, അൺഎയ്ഡഡ്. ഈ 3 വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് നിസ്തുലമായിട്ടുള്ള സംഭാവനയാണ് ഇന്ന് കേരളത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളുടെ പ്രസക്തി വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സോഫിയ ഇൻ്റർനാഷണൽ സ്കൂള് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി തയ്യാറായത്. ഇത് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ ശ്രീ ജ്ഞാനദാസ് എൻ്റെ സഹപാഠിയാണ്. അദ്ദേഹം ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നില്ല എങ്കിലും ഞങ്ങൾ കൊളത്തമ്പൽ ഹൈസ്കൂൾ, ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളാണ്, അന്ന് ഹൈസ്കൂളാണ്, ആ സ്കൂളിൽ ഒത്തുപഠിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ ദീർഘകാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് എനിക്ക് അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ വേണ്ടി കഴിഞ്ഞത്. ജീവിതത്തിൻ്റെ പലവിധമായിട്ടുള്ള പ്രയാസങ്ങൾ മനുഷ്യനെ അവിടെ ആക്കി തീർക്കുകയോ പറിച്ചു നടപ്പെടുകയോ ചെയ്തു. എന്നാൽ നമ്മളിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റാൻ വേണ്ടി കഴിവുള്ളവരായി മാറണം. മാനവസേവ മാധവ സേവയാണ്. ക്രൈസ്തവ ദർശനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ദൈവത്തിന് നമ്മളെ സപ്പോർട്ടൊന്നും വേണ്ട, സ്തുതി സ്തോത്രം മതി. നമ്മൾ സഹായിക്കേണ്ടത് നമ്മുടെ സഹജീവികളായിട്ടുള്ള മനുഷ്യരെയാണ്. നമ്മൾ സേവിക്കേണ്ടത് നമ്മളെ സഹജീവിയായിട്ടുള്ള മനുഷ്യനെയാണ്. നമ്മൾ മുഖാമുഖം കാണുന്ന മനുഷ്യനെയാണ്. ആ മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയാതെ ആർക്കും മാറി നിൽക്കാൻ വേണ്ടി കഴിയില്ല. പരസ്പരം സഹായിക്കാനും സഹകരിക്കാനുമുള്ള ഒരു മനസ്സ് വളർത്തുക എന്നുള്ളത് നമ്മൾ നേടുന്ന വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നായി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഈ നിലയിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് വളരെയേറെ പ്രാധാന്യം നമ്മുടെ സമൂഹത്തിലുണ്ട്.
ആ പ്രാധാന്യം ഓരോരുത്തരിലേക്കും സന്നിവേശിപ്പിക്കപ്പെടാനുള്ള ഉത്തരവാദിത്വം നമ്മളെല്ലാവരും ഏറ്റെടുക്കണം. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികൾ വിദ്യാഭ്യാസത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്നത്. ഞാൻ MLA ഫണ്ട് ചെലവഴിക്കുമ്പോൾ 32% എത്രയോ മേഖലകൾക്ക് വേണ്ടിയാണ് ചെലവഴിക്കേണ്ടത്. അതിൽ കൃത്യമായി 32% ഈ 3 വർഷത്തെ കണക്ക് പരിശോധിച്ചപ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി നീക്കി വയ്ക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. യഥാസമയം നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കണം. അതിൽ സ്വകാര്യ സംരംഭകർ അവരുടേതായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. സർക്കാരിനെ കൊണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മോടി പിടിപ്പിക്കാൻ വേണ്ടി കഴിയില്ല, ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. അവിടെയാണ് സ്വകാര്യ സംരംഭകരുടെ പങ്ക്. ആ സ്വകാര്യ സംരംഭകർ അവർ ഇത്തരത്തിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചാൽ അന്തർദേശീയ നിലവാരമുള്ള വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും. കുറച്ചു കാലമായി കേരളത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു പരാതി, സാർവത്രികമാണ് വിദ്യാഭ്യാസം, പക്ഷേ ഗുണനിലവാരം കുറവ്. തമിഴ്നാടുകാരൻ്റെയും ആന്ധ്രാക്കാരൻ്റെയും പഞ്ചാബുകാരൻ്റെയും പുറകിലായി പോകുന്നു ചില മത്സര പരീക്ഷകളിൽ, അഖിലേന്ത്യാ തലത്തിലുള്ള മത്സര പരീക്ഷകൾ. നമ്മൾ IAS, IPS, IRS, IFS തുടങ്ങിയിട്ടുള്ള പരീക്ഷകളിൽ നമ്മുടെ കുട്ടികളുടെ റാങ്ക് താഴ്ന്നു പോകുന്നു ചില ഘട്ടങ്ങളിൽ. അതുകൊണ്ടോ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കണം. ആ വർദ്ധിപ്പിക്കണമെന്നുള്ള പ്രയത്നത്തിൽ ഒരു നിസ്തുലമായിട്ടുള്ള പങ്ക് ഈ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക്, അതായത് അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിർവഹിക്കാൻ വേണ്ടി കഴിയും. അതാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകതയായി ഞാൻ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ദീർഘമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തും ശ്രീ ചന്ദ്രബാബു മെമ്പറുമെല്ലാം ക്ഷണിച്ചതിന് ശേഷം ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാനുള്ള ഒരു ആവശ്യം വന്ന് ഭവിച്ചുപോയി. അത് മറ്റൊന്നുമല്ല, കേരളത്തിൽ 14,174 റേഷൻ കടകളാണുള്ളത്. ആ റേഷൻ കട നടത്തുന്ന ആളുകളുടെ ചില കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇന്ന് ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി കാണാമെന്ന് സമ്മതിച്ചു. ഒരു സംഘടനയുടെ പ്രസിഡന്റ് ഞാനാണ് അതിൽ. അതുകൊണ്ട് ആ നിവേദനം കൊടുക്കാനുള്ള ആവശ്യത്തിലേക്ക് വേണ്ടി തിരുവനന്തപുരത്ത് അത്യാവശ്യമായി പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം വിട്ടിട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, അല്പം വൈകി മാത്രമേ ഞാൻ എത്തിച്ചേരൂ. അതുകൊണ്ട് തന്നെ ദീർഘമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേദിയിലിരിക്കുന്ന എല്ലാവരും ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവരും വിദ്യാഭ്യാസ രംഗത്തെ സ്നേഹിക്കുന്നവരുമാണ്. ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാം വിദ്യാഭ്യാസം നേടിയതുകൊണ്ട് മാത്രം ഇതുവരെ എത്തിയവരാണ്. അല്ല എങ്കിൽ ഞങ്ങൾക്ക് ആർക്ക് ഈ രംഗത്തെത്താൻ വേണ്ടി കഴിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന കാലം തൊട്ടേ വിദ്യാഭ്യാസ രംഗം, അതായത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയ ആളാണ്. കുട്ടികളുടെ പഠനാവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി ധാരാളം പോരാട്ടങ്ങൾ നടത്തിയവരാണ്, സമരങ്ങൾ നടത്തിയവർ. സമരങ്ങളെ എതിർക്കുന്നവർ നമ്മുടെ നാട്ടിൽ ചിലരെല്ലാം ഉണ്ട്. അതങ്ങനെ അങ്ങ് എതിർക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായമാണ് ഞാൻ. കാര്യം സമരത്തെ നമ്മൾ എതിർത്താൽ മഹാത്മാഗാന്ധിയും പണ്ട് ജവഹർലാൽ നെഹ്റുവിനും എല്ലാം നമുക്ക് തള്ളിപ്പറയേണ്ടി വരും. കാര്യം അവരാണ് നമ്മുടെ സമര മാതൃക. രാജ്യത്തെ സൂര്യനെ ശ്രമിക്കാത്ത സാമ്രാജ്യ ശക്തിയെ ഈ രാജ്യത്തുനിന്ന് കെട്ടുകെട്ടിക്കുന്നതിന് തീഷ്ണമായിട്ടുള്ള സമരമാണ് 90 വർഷക്കാലം നമ്മുടെ രാജ്യം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരിക്കുന്ന ഘട്ടത്തിൽ പാഠപുസ്തകത്തിൻ്റെ വില വർദ്ധിക്കുമ്പോൾ സമരം ചെയ്യും, കൺസെഷൻ ചാർജ് വർദ്ധിക്കുമ്പോൾ സമരം ചെയ്യും, വിദ്യാഭ്യാസ രംഗത്തെ അശാസ്ത്രീയതയ്ക്കെതിരായി സമരം ചെയ്യും. സമരം ചെയ്താൽ സ്വാഭാവികമായി അധികാരി വർഗം അവരുടെ പീഡനത്തിന് ഇരയാകേണ്ടി വരും. ലോക്കപ്പിലും ജയിലിലുമെല്ലാം കിടക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ പുരോഗതി കാണുമ്പോൾ ഞങ്ങളുടെ എല്ലാം മനസ്സ് നിറയുകയാണ്, ആഹ്ലാദിക്കുകയാണ്. കാരണം ഞങ്ങളെല്ലാം സമരം അന്ന് ചെയ്തത് വൃഥാവിലായില്ല, അതിനൊരു ഫലപ്രാപ്തി ഉണ്ടായി. കേരളം വിദ്യാഭ്യാസ രംഗത്ത് കുതിക്കുകയാണ്. ഏതൊരു പാവപ്പെട്ടവൻ്റെ കുട്ടിക്കും പഠിക്കാനുള്ള അവസരമുള്ളൊരു സ്റ്റേറ്റായി നമ്മുടെ കേരളം മാറി, ഈ കൊച്ചു കേരളം മാറി. ആ സന്തോഷകരമായിട്ടുള്ള അനുഭവത്തിൻ്റെ ഭാഗമാണ് ഇന്നത്തെ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അന്തർദേശീയ നിലവാരമുള്ള കുട്ടികളായി. ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്തിനോട് മറ്റൊരു കാര്യം സംസാരിച്ച ഘട്ടത്തിൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് സംസാരിച്ചു. ആ സുഹൃത്ത് പറഞ്ഞു, എൻ്റെ കുട്ടി ഇവിടെയല്ല പഠിക്കുന്നത്, ആറ്റിങ്ങൽ ഒരു സ്കൂളിലാണ്. ആ സ്കൂളിൻ്റെ പേര് പറഞ്ഞാൽ അതങ്ങ് മറന്നുപോയി. അതൊരു ഇൻ്റർനാഷണൽ സ്കൂളാണ്. 6 കുട്ടികളോ 10 കുട്ടികളോ അങ്ങനെ എന്തോ കുട്ടികളെ ഒരു ക്ലാസ്സിലുണ്ടാവും. താമസിച്ച് പഠിക്കാം, കുറച്ച് ദൂരമുള്ളവർക്കാണെങ്കിൽ പോയി പഠിക്കാം. കനത്ത ഫീസാണ്. ഫീസൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, കനത്ത ഫീസാണ്.
പക്ഷേ ലോകോത്തര വിദ്യാഭ്യാസമാണ് അവിടെ നൽകുന്നത്. അവിടെ പഠിക്കുന്ന കുട്ടിക്ക് ലോകത്തെവിടെയും ഏത് രംഗത്തും പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്നവനായി അവനെ മാറ്റുകയാണ്. അപ്പോൾ ആ നിലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗം മാറുമ്പോൾ അതിനനുസൃതമായ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ വേണം. ഞാനിവിടെ വന്ന് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നാടമുറിച്ച് നിർവഹിച്ച് അകത്ത് കയറുമ്പോൾ അവിടെ പ്രീ കെ ജിയിലും എൽ കെ ജിയിലും യു കെ ജിയിലുമുള്ള ക്ലാസ് മുറികൾ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ എന്നെ കാണിച്ചു. ആ ക്ലാസ് മുറികളെല്ലാം ഡിജിറ്റൽ ക്ലാസ് മുറികളാണ്. ഞങ്ങൾക്കെല്ലാം ചിന്തിക്കാൻ കഴിയാത്തതാണത്. ഞങ്ങളെല്ലാം പഠിച്ച എൻ്റെ പ്രായത്തിലോ അതിനേക്കാൾ അല്പം കൂടിയ ആളുകളോ എല്ലാം ഇവിടെ ഉണ്ട്. ഞങ്ങൾ പഠിച്ചത് ചാണകം മെഴുകിയ തറ, ഓല കെട്ടിയ ഷെഡ്, പരമ്പ് കൊണ്ട് മറച്ച ചുവരുകൾ. ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഇല്ല, അതിൽ വൈറ്റ് മാത്രമേ ഉള്ളൂ. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ പഠിച്ചത്. ഞങ്ങൾ അധ്യാപകർ ടെസ്റ്റ് ട്യൂബ് കാണിച്ച് ചോക്ക് പീസ് എടുത്ത് ദിസ് ഈസ് എ ടെസ്റ്റ് ട്യൂബ് എന്നാണ് പഠിപ്പിച്ചത്. ഇന്ന് കാലം മാറി. ആധുനിക സൗകര്യങ്ങളുള്ള ലാബുകൾ, അതേപോലെ തന്നെ ക്ലാസ് മുറികൾ. സർക്കാർ തന്നെ 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി. 45,000 ക്ലാസ് മുറികൾ, മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ ധാരാളം വച്ചു. ടോയ്ലറ്റ് ബ്ലോക്കും കുടിവെള്ള സൗകര്യവും എല്ലാം കുട്ടികൾക്ക് കൊടുത്തു. അച്ചടക്കമുള്ള ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിലാണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതേപോലെ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. ഒരു നിശ്ചിത എണ്ണം കുട്ടികൾ മാത്രമാണ് ആ ക്ലാസ്സിൽ പഠിക്കുന്നത്. സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ പ്രത്യേകത എന്ത്? കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ അതിൻ്റെ പ്രയാസം നല്ലവണ്ണം അനുഭവിച്ചവരാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ ആ സമയത്ത് അടഞ്ഞു കിടന്നു. അന്ന് സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ പ്രത്യേകതയും വിദ്യാഭ്യാസം ആധുനികവൽക്കരിക്കേണ്ടതിൻ്റെ പ്രത്യേകതയും നമ്മൾ മനസ്സിലാക്കി. സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഒരു പ്രത്യേകത, അധ്യാപകൻ പഠിപ്പിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലമെല്ലാം സ്ക്രീനിൽ തന്നെ വീക്ഷിക്കാൻ വേണ്ടി കഴിയുന്ന അത്യാധുനികമായിട്ടുള്ള സൗകര്യങ്ങളുള്ള ക്ലാസ് മുറികളാണ്. ഏറ്റവും നല്ല പഠന സൗകര്യങ്ങളുള്ള അത്തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്കുള്ളത്. നമ്മുടെ മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, മനുഷ്യനെ കൂടെ കരുതാനും സ്നേഹിക്കാനും കഴിയുന്ന സിലബസുകൾ കൂടെ ഉൾക്കൊള്ളിച്ച് പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. ലോകത്തിൻ്റെ വളർച്ചയിൽ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യത്വത്തിന് ചോർച്ചയുണ്ടാകുന്നു എന്നുള്ള സംശയം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അനാഥാലയങ്ങൾ ഉണ്ടാകുന്നത്, വൃദ്ധസദനങ്ങൾ ഉണ്ടാകുന്നത്, അതേപോലെയുള്ള സ്ഥാപനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ഈ സാമൂഹ്യ അന്തരീക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാഭ്യാസം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ഒരു കാര്യം നേരിട്ട് ചെയ്യാൻ വേണ്ടി കഴിയാത്ത, അതായത് വാട്ട് കനോട്ട് ബി ഡൺ ഡയറക്ട്ലി കനോട്ട് ബി ഡൺ ഇൻഡയറക്ട്ലി, കൃത്യമായി കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യം. നേരിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യം വളഞ്ഞ വഴിയിലൂടെ ചെയ്യാൻ ശ്രമിക്കരുത്. നേരിട്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ വളഞ്ഞ വഴിയിലൂടെ ചെയ്യാൻ ശ്രമിക്കരുത്. ഞങ്ങളെല്ലാം നിയമ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരാണ്. ഞങ്ങളെ പഠിപ്പിച്ചൊരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കളറബിൾ ലെജിസ്ലേഷൻ എന്ന് പറയും. അതായത് നമ്മുടെ നിയമ സംവിധാനത്തിൽ സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, 3 ലിസ്റ്റുണ്ട്. ഒന്ന് മറ്റൊന്നിൽ കടന്നു കയറാൻ വേണ്ടി പാടില്ല. അപ്പോൾ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞതെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട, വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം അതാ. നേരെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം വളഞ്ഞ വഴിയിലൂടെ ചെയ്യാൻ ശ്രമിക്കരുത്. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അടിസ്ഥാനം അതായി മാറണം. ആ നിലയിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ സമൂഹത്തിൽ കെട്ടിപ്പടുക്കാൻ, മനുഷ്യനെ മനുഷ്യത്വമുള്ളവനാക്കി മാറ്റാൻ, സാമൂഹ്യ ദർശനമുള്ളവനായി സാമൂഹ്യ ജീവിയായ മനുഷ്യനെ മാറ്റാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് കൃത്യമായും കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ജോലി ലഭിക്കാൻ വേണ്ടി മാത്രമല്ല വിദ്യാഭ്യാസം, ഉത്തമരായിട്ടുള്ള പൗരന്മാരെ വാർത്തെടുക്കാനാണ്. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. സർക്കാർ നേരിട്ട് ജോലി കൊടുക്കുന്ന 5.5 ലക്ഷം പേർക്കാണ്. കരാർ അടിസ്ഥാനത്തിൽ എംപ്ലോയ്മെൻറ്റ് വഴി എല്ലാം കൂടെ ഒരു 8 ലക്ഷം പേർക്കാണ് സർക്കാർ ജോലി കൊടുക്കുന്നത്. ബാക്കി എത്രയോ ദശലക്ഷക്കണക്കിന് മനുഷ്യൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. അവന് വിദ്യാഭ്യാസം വേണം. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഉത്തമരായിട്ടുള്ള പൗരന്മാരെ സൃഷ്ടിക്കാനാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം ആവോളം നമ്മുടെ മക്കൾക്ക് ആസ്വദിക്കാൻ, ആവോളം നമ്മളെ മക്കൾക്ക് നേടാൻ എല്ലാവരും സൗകര്യം ഒരുക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ ജ്ഞാനദാസിൻ്റെ നേതൃത്വത്തിൽ സോഫിയ ഇൻ്റർനാഷണൽ സ്കൂള് ഇവിടെ സ്ഥാപിക്കുന്നത് എന്ന് ഞാൻ കരുതുകയാണ്.
ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുന്ന ഈ സ്ഥാപനം അതിൻ്റെ വളർച്ചയുടെ പടവുകൾ കയറി. നമ്മുടെ കാലഘട്ടത്തിന് ശേഷമായിരുന്നാൽ, സംസാരിക്കുന്ന ഞാനടക്കമുള്ളവരുടെ കാലഘട്ടത്തിന് ശേഷമായിരുന്നാൽ വലിയ വളർച്ച ഈ സ്ഥാപനത്തിൽ നേടാൻ വേണ്ടി കഴിയും. പ്രിയപ്പെട്ടവരെ, 20-ാം നൂറ്റാണ്ടിൻ്റെ അർദ്ധപകുതിക്ക് ശേഷം മനുഷ്യൻ ഉപഗ്രഹമായ ചന്ദ്രനിലേക്ക് പോയി. 21-ാം നൂറ്റാണ്ട് നിശ്ചയമായി ഞങ്ങളെപ്പോലുള്ളവർ വിശ്വസിക്കുന്നു മനുഷ്യൻ നമ്മുടെ സമീപ ഗ്രഹമായിട്ടുള്ള ചൊവ്വയിലേക്ക് പോകും. ചൊവ്വയിൽ മനുഷ്യൻ ഇറങ്ങും. അങ്ങനെ ഗോളാന്തരത്തിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി കഴിയുന്ന മനുഷ്യൻ്റെ ഈ ജിജ്ഞാസയോടുകൂടിയുള്ള പ്രയാണത്തിനിടയിൽ വിദ്യാഭ്യാസത്തിന് നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ വേണ്ടിയുണ്ട്. എല്ലാത്തിലും ചേരുന്ന ഒരു ചേരുവയാണ് വിദ്യാഭ്യാസം. എല്ലാത്തിലും ചേരുന്ന ഒരു ചേരുവയാണ് വിദ്യാഭ്യാസം. അത് നൽകാൻ ഈ സ്ഥാപനം തയ്യാറാകുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പ്രദേശം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് അന്തർദേശീയ നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ്, ജ്ഞാനദാസും ഇതിൻ്റെ മാനേജ്മെൻറ്റും എടുത്ത ഒരു വലിയ വെല്ലുവിളിയാണ്. ഇവിടെ ഇത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതൊന്നും അവർ ചിന്തിച്ചില്ല. ഇവിടെ അത് സ്ഥാപിക്കാൻ അവർ തയ്യാറായി. സാധാരണക്കാരൻ്റെ ഈ മേഖലയിലേക്ക് ആ നിലയിലുള്ളൊരു വിദ്യാഭ്യാസം സ്ഥാപിക്കാൻ തയ്യാറായ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ജ്ഞാനദാസിനോടും ഇതിൻ്റെ മാനേജ്മെൻറ്റിനോടുമുള്ള അഗൈതവമായ നന്ദിയും കടപ്പാടും ഈ പ്രദേശത്തെ നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എന്നെ ഈ ധന്യമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചതിലുള്ള നന്ദി സംഘാടകരോട് കൃത്യമായി രേഖപ്പെടുത്തി ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഓരോ കുട്ടിയും അവൻ്റെ വിദ്യാഭ്യാസ ജീവിതവും ഭാവി ജീവിതവും ഏറ്റവും ഭാസുരമാകാൻ, മനോഹരമാകാൻ കഴിയട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഈ അവസരത്തിൽ പങ്കുവച്ച്, ഈ സ്ഥാപനം ഉത്തരോത്തരം വളർന്ന് വലുതാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം പങ്കുവച്ച്, ഇവിടെ പങ്കെടുക്കുന്ന വിശിഷ്ട അതിഥികൾക്കും വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഹൃദയപൂർവ്വം നേർന്ന് സോഫിയ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെൻ്റെ നമസ്കാരം. നമ്മുടെ സ്കൂളിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയ ബഹുമാനമുള്ള MLA അവർകൾ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നമ്മുടെ പറഞ്ഞതുപോലെ ഈ സ്ഥാപനം ഈ ദേശത്ത് ഇങ്ങനെ തുടങ്ങുവാൻ ഇടയായി. വളരെ നമ്മളൊരു ഒത്തിരി ചിന്തകൾ നമുക്ക് എങ്ങനെ ചെയ്യാം, എങ്ങനെ പോകാൻ പറ്റും, എത്ര അഡ്മിഷൻ കിട്ടും, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചിന്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ഡിസ്കഷനും ഒക്കെ ശേഷം എന്തായാലും വിത്ത് കറേജ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ചെയ്യാൻ പറ്റുന്ന മാക്സിമം സൗകര്യങ്ങൾ ഞങ്ങളുടെ ചെയ്തു. ഇതിന് മുന്നോടിയായി കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് പ്രീ ഓപ്പണിംഗ് സെറിമണി പാരൻസുമായിട്ട് ഇവിടെ നടത്തി. അന്ന് നമ്മുടെ സിലബസിൻ്റെയും എല്ലാ കാര്യങ്ങളും, നമ്മുടെ സ്റ്റഡി മെത്തേഡ്, അതിനെക്കുറിച്ചെല്ലാം വിശദമായ കാര്യം നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. എങ്കിലും അതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. നാം ഫോളോ ചെയ്യുന്നത് IGCSE എന്നുള്ള ഇൻ്റർനാഷണൽ സിലബസാണ്. സിലബസ് പറഞ്ഞതുപോലെ ഇൻ്റർനാഷണൽ ലെവലിൽ ഉള്ള ഒരു എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് ലഭിക്കുവാൻ തക്ക രീതിയിലുള്ള ക്രമീകരണമാണ് അതിൽ ചെയ്യുന്നത്. ആ ഒരു തരത്തിലുള്ള കരിക്കുലവും സിലബസുമാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഉള്ള ഈ ഒരു സജ്ജീകരണം വളരെ ഓക്കെ, സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഇപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഇവിടുത്തെ സ്ഥാപനം ഇതൊരു ടെമ്പററി ആണ്. നമുക്ക് അടുത്ത് തന്നെ നമ്മൾ ഈ മെയിൻ റോഡിനോട് ചേർന്ന് നമുക്ക് പ്ലോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അവിടേക്കായിരിക്കും പെർമനൻ്റ് ആയിട്ട് സ്കൂൾ ബിൽഡിംഗ് മൂവ് ചെയ്യുന്നത്. അതൊരു 2 വർഷത്തെ കാലയളവിനുള്ളിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനാണ് ഇതുവരെ നമ്മൾ തീരുമാനിച്ച് പോകുന്നത്.
നമുക്ക് 2 ഏക്കർ സ്ഥലം ഓൾറെഡി പർച്ചേസ് ചെയ്തു. അതിനോട് ചേർന്ന് തന്നെ അത്രത്തോളം സ്ഥലം നമ്മൾ വാങ്ങിക്കാനുള്ള എല്ലാ ക്രമീകരണം ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് വാങ്ങിക്കണം എന്നുള്ളത് കൊണ്ട് ബിൽഡിംഗ് പ്രോജക്റ്റ് നമ്മൾ തൽക്കാലം അത് പെൻഡിങ് വെച്ചിട്ട് വസ്തു വാങ്ങിക്കുന്നു. അതിനുശേഷം അങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങനെ ഈ സ്ഥാപനം വളർന്ന് ആ ഒരു നിലയിൽ വരണം എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെയും താല്പര്യം. അതിനായിട്ട് ഞങ്ങൾ മാനേജ്മെൻറ്റ്, ടീച്ചേഴ്സ് എല്ലാവരും മാക്സിമം അതിനായി ശ്രമിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ പാരൻസ് ആയ നിങ്ങളുടെയും അതുപോലെ വിദ്യാർത്ഥികളുടെ എല്ലാം സഹകരണവും ഒക്കെ ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ നേരത്തെ പറഞ്ഞു, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലൊരു അഡ്മിഷൻ നമുക്ക് വന്നു. 40ഓളം സ്റ്റുഡൻസ് ഓൾറെഡി നമുക്ക് എൻറോൾ ആയി കഴിഞ്ഞു. ഇനിയും എൻക്വയറീസ് വരുന്നു, കൂടുതൽ സ്റ്റുഡൻസ് വരുന്നുണ്ട്. നമ്മുടെ സിസ്റ്റം അനുസരിച്ച് ഒരു ക്ലാസ്സിൽ 16 സ്റ്റുഡൻസാണ്, 16 സ്റ്റുഡൻസാണ്. അത്രയും സ്റ്റുഡൻസിനെ ആ ഒരു സിലബസ് നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഓൾറെഡി നമുക്ക് പ്രീ KGയിൽ ആ നമ്പർ തികഞ്ഞു. കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ഡിവിഷനെ കുറിച്ചോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും. എങ്കിലും വരുന്ന എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും പ്രത്യേകിച്ച് നന്ദി. വന്ന സ്റ്റുഡൻസിനെ നമുക്ക് അല്ലെങ്കിൽ അവരാണ് ഇതിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം. അതുകൊണ്ട് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ആ സ്റ്റുഡൻസിനെ ആദരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാ സ്റ്റുഡൻസും ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ? ഓക്കെ, എല്ലാവരും സന്തോഷത്തിലാണ്? ഓക്കെ. നമ്മുടെ വിധി ടീച്ചർ ഇപ്പോൾ മുന്നോട്ട് കടന്നു വന്ന് കുഞ്ഞുങ്ങളുടെ പേര് വിളിക്കും. നമ്മുടെ ചെറിയൊരു ഉപഹാരം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ നൽകുന്നു. കുഞ്ഞുങ്ങൾ വരുമ്പോൾ പാരൻസ് അവർ ഒറ്റയ്ക്ക് വരാൻ പ്രയാസമാണെങ്കിൽ പാരൻസ് കൂടെ വരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മാക്സിമം അവരെ ഒറ്റയ്ക്ക് തന്നെ വിടാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്യുന്നു. അതിനുശേഷം നമുക്കൊരു ഫോട്ടോയും ഒക്കെ നമ്മൾ ഒഫീഷ്യലായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സഹകരണം അക്കാര്യത്തിൽ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. ആദ്യമായി നമ്മുടെ സോഫിയ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ആദ്യത്തെ അഡ്മിഷനായ ഇവാനിയ ഏദൻ, ആ കുഞ്ഞിന് സ്കൂൾ മാനേജ്മെൻറ്റ് മൊമൻറ്റോ നൽകി ആദരിക്കുന്നു. അതിനുവേണ്ടി യോവ സാറിനെ ക്ഷണിക്കുന്നു. ഇവാനിയ ഏദൻ. എല്ലാവരും കൈയടിച്ച് കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. സോഫിയ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ആദ്യത്തെ അഡ്മിഷൻ ഇവാനിയ ഏദൻ. അടുത്തതായി എലോറ എസ്റ്റേലിയ ഷെറിൻ. എല്ലാവരും കൈയടിച്ച് കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അടുത്തതായി ഇവാനിയ സേറ സിജി. ഇവാനിയ സേറ സിജിക്ക് ശേഷം നദാൻ വി അജീഷ്.
നദാൻ വി അജീഷ്. അടുത്തതായി എലിസബത്ത് ബിജോയ് ബേബി. എലിസബത്ത് ബിജോയ് ബേബി. അടുത്തത് അയാനിഷ് എ അജിൻ. അയാനിഷ് എ അജിൻ. അടുത്തതായി ആദം റോയ്. ആദം റോയ്. അതിനുശേഷം റിഗ റോയ്. പ്ലീസ് കം. റിഗ റോയ്. നിഫി ആൻഡ് സാമുവൽ. നിഫി ആൻഡ് സാമുവൽ. നിഫി ആൻഡ് സാമുവൽ. താങ്ക് യു സാർ. അടുത്ത ഗിഫ്റ്റ് നൽകുന്നതിന് വേണ്ടി ജോൺ കുമാർ പാസ്റ്ററെ ക്ഷണിക്കുന്നു. താങ്ക് യു സാർ. അനന്യ സാജൻ. അനന്യ സാജൻ. അതിനുശേഷം ജസീൽ. അനന്യ സാജൻ ആൻഡ് ജസീൽ. പേര് വിളിക്കുന്നവർ മുൻപോട്ട് വരേണ്ടതാണ്. അനന്യയ്ക്ക് ശേഷം ജസീൽ. ആൻ ബ്ലെസി. ആൻ ബ്ലെസി. ആഷ്ലിൻ എസ് ബിനു. ആഷ്ലിനു ശേഷം റോഷ് റാഗിൽ. അബേദ് റാഗിൽ. റോഷ് റാഗിൽ. അബേദ് റാഗിൽ. റയാൻ റജി. റയാൻ റജി. സ്വാതിക എസ് ശ്രീജിത്ത്. സ്വാതിക എസ് ശ്രീജിത്ത്. സ്വാതിക. എഡ്വേർഡ്. എഡ്വേർഡ്. ഐറ രതീഷ്. ഐറ രതീഷ്. നെവിൻ എസ് ഷെജിൻ. നെവിൻ. നെവിൻ. താങ്ക് യു പാസ്റ്റർ. അതിനുശേഷം ഗിഫ്റ്റ് നൽകുന്നതിന് വേണ്ടി ചന്ദ്രബാബു സാറിനെ ക്ഷണിക്കുന്നു. നൈനിക ആറൻ. നൈനിക ആറൻ.
അടുത്തതായി ടിയ ബെർലിൻ. ടിയ ബെർലിൻ. നദനേൽ എം ബ്ലെസൻ. നദനേൽ എം ബ്ലെസൻ. ഇവാനിയ എം ബ്ലെസൻ. നദനേൽ ആൻഡ് ഇവാനിയ. അതിനുശേഷം ആഞ്ചലിയ ക്രിസ്റ്റ. ആഞ്ചലിയ ക്രിസ്റ്റ. ആഞ്ചലിയ ക്രിസ്റ്റയ്ക്ക് ശേഷം ഓംകാര വി. ഓംകാര. ഓംകാര. അതിനുശേഷം ഇസാഖ് ബി അനുമോദ്. ഇസാഖ് ബി അനുമോദ്. ജോയൽ എസ് അഭിലാഷ്. ജോയൽ എസ് അഭിലാഷ്. ജോയൽ എസ് അഭിലാഷിനു ശേഷം ഗിഫ്റ്റ ആഞ്ചലീൻ ജെ എസ്. ഗിഫ്റ്റ. താങ്ക് യു സാർ. അടുത്ത ഗിഫ്റ്റ് നൽകുന്നതിന് വേണ്ടി ഷിജോ സാറിനെ ക്ഷണിക്കുന്നു. ഷിജോ സാർ. ജുവാന ഡി ബിജിൻ. ജുവാന ഡി ബിജിൻ. ജുവാന. ആഷിൽ എ വി. ജുവാനയ്ക്ക് ശേഷം ആഷിൽ എ വി. സാമുവൽ ഡാലിൻ. സാമുവൽ ഡാലിൻ. അതിനുശേഷം ആവിഷ് ജെ അരുൺ. ആവിഷ് ജെ അരുൺ. ആവിഷ് ജെ അരുണിന് ശേഷം ആയുഷ് സജി. ആയുഷ് സജി. ആൽബിൻ എസ് അനിൽ. ആൽബിൻ എസ് അനിൽ. ആൽബിൻ എസ് അനിൽ. ആൻവിയ ജെ സാം. ആൽബിന് ശേഷം ആൻവിയ ജെ സാം. ആൻവിയ ജെ സാം. ആകാശ് വി. ആകാശ് വി. ആൻവിയയ്ക്ക് ശേഷം ആകാശ് വി. ആകാശിന് ശേഷം സിൻഡ. സിൻഡ. Thank you, sir.
ഗിഫ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിരിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളും അത് മേടിച്ചു, സന്തോഷമായിരിക്കുന്നു. ഇതിന് ശേഷം നിങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോയുണ്ട് എല്ലാ സ്റ്റുഡൻസിനുമായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമേ ക്ലാസ്സിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അതിലൂടെ പങ്കെടുക്കാനായിട്ട് ഓർപ്പിക്കുന്നു. ഇനി അടുത്തതായി ഫെലിസിറ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്, ആശംസ പറയാനായിട്ട്. അതിൽ നമുക്ക് ഗസ്റ്റുകളായി ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികൾ നമ്മോട് ആശംസയായി ചില വാചകങ്ങൾ അറിയിക്കും. ആദ്യമായി പാസ്റ്റർ ജോൺ കുമാർ, അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് ഒരു കല്യാണത്തിൽ പങ്കെടുക്കണമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം ആദ്യം മുന്നോട്ട് കടന്നു വന്ന് നമ്മുടെ 2 വാക്ക് സംസാരിക്കും. അതിനായി മുന്നോട്ട് ക്ഷണിക്കും. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ഈ മലയോര പ്രദേശത്ത് സോഫിയ ഇൻ്റർനാഷണൽ സ്കൂളിന് ആരംഭം കുറിക്കുവാൻ ജ്ഞാനദാസ് സാർ ആൻഡ് ഫാമിലി എൻ്റെ ബോർഡംഗങ്ങൾ കാണിച്ച എല്ലാ സഹകരണത്തെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ സ്കൂള് ഇവിടെ ഇന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടെയാണ് ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ശുശ്രൂഷിക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് നെടുങ്കുഴി സഭയുടെ നിറഞ്ഞ സന്തോഷം ഇന്ന് പകൽക്കാലം പ്രസ്താവിക്കുന്ന സന്തോഷമുണ്ട്. ജ്ഞാനദാസ് സാറ്, സോഫിയ സിസ്റ്റർ കുടുംബം, അവർ കുടുംബമായി ആ ചർച്ചിലെ രംഗമാണ്. അതുമാത്രമല്ല, ഞാൻ പ്രദാനം ചെയ്യുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് വിളപ്പിൽ സെക്ഷൻ ഈ സ്ഥാപനത്തിൻ്റെ പരിധിക്കകത്താണ് വരുന്നത്. ഇതിൻ്റെ എല്ലാ ഉയർച്ചയിലും വളർച്ചയിലും ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുകയാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ വിളപ്പിൽ സെക്ഷന് ഈ സ്ഥാപനം നൽകുന്ന എല്ലാ കൈത്താങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ ജ്ഞാനികളായ ശലോമോൻ പറയുന്ന യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ഇവിടെ ലഭിക്കുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തെ കരിപ്പിടിപ്പിക്കുവാൻ കുറേ അക്ഷരങ്ങളും കുറേ വാക്കുകളും ലോകപരിജ്ഞാനവും മാത്രമല്ല, ഈ സമൂഹത്തിൽ എപ്രകാരം ജീവിക്കണം, മാതാപിതാക്കളോട്, ഗുരുക്കന്മാരോട്, പ്രായമുള്ളവരോട് എങ്ങനെയായിരിക്കണം എന്നൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. കാരണം ഒരു ക്രിസ്തീയ സ്ഥാപനമായതുകൊണ്ട് അതിന് വളരെയധികം ഊന്നൽ കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുവാനിടയായിത്തീരും. ഇവിടെ ആയിരിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ സഹകരണം ഇതിനകത്ത് പൂർണ്ണമായിട്ടുണ്ടാകുമ്പോൾ, കൃത്യമായ അച്ചടക്കത്തോടെ നിങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറാകുമ്പോൾ, സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കും. അവർ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ വളരുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ തുടക്കം, ചെറിയ തുടക്കത്തെ തുച്ഛീകരിക്കാത്ത നല്ല കർത്താവ് നാൾക്കുനാൾ ഇത് വളർന്ന് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ദേശത്ത് ഉയർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുവാൻ സർവകൃപാലുവായ ദൈവം അവിടുന്ന് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതിനുവേണ്ടി മുൻകൈയെടുത്ത ജ്ഞാനദാസ് സാർ ആൻഡ് ഫാമിലി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്, ഇതിൻ്റെ ബോർഡംഗങ്ങൾ, അധ്യാപകർ എല്ലാവരെയും സർവേശ്വരനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിന് വിരമിക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് നെടുങ്കുഴി സഭയുടെയും വിളപ്പിൽ സെക്ഷൻ്റെയും എല്ലാവിധമായ ആശംസകൾ അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൽ അവസാനം വരെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നേരത്തെ ക്രമീകരിച്ച ഒരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് കടന്നു പോകേണ്ടി വരുന്നു. നിങ്ങളുടെ സേവന വിശേഷം നന്ദി. കർത്താവ് സഹായിക്കും. അടുത്തതായി ബ്രദർ ചന്ദ്രബാബു, നമ്മുടെ ചൊവ്വള്ളൂർ വാർഡ് മെമ്പർ, അദ്ദേഹം മുന്നോട്ട് കടന്നു വന്നു ചില വാക്കുകൾ നമ്മൾ
ഏറെ ബഹുമാനമുള്ള ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഷജിൻ സാർ, ഇവിടെ സ്വാഗതം ആശംസിച്ച ലേഖ ടീച്ചർ, ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ പ്രിയങ്കരനായ MLA ശ്രീ സ്റ്റീഫൻ അവർകൾ, ഇവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരായ വിശിഷ്ട വ്യക്തികൾ, പ്രഥമ അധ്യാപകർ, രക്ഷിതാക്കൾ, പ്രിയ കുഞ്ഞുങ്ങൾ, ഏകദേശം ഒരു 15-16 വർഷമായെന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു സംരംഭം ഇവിടെ ആരംഭിക്കുന്നത്. ഈ സംരംഭത്തിന് സത്യവേദ സെമിനാരി എന്ന് പറയുന്ന സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൻ്റെ ഡയറക്ടർ ശ്രീ ജ്ഞാനദാസ് സാർ, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി സോഫിയ മാം, കൂടെ നമ്മുടെ സാറ്, ഇവരിലെല്ലാം ഈ ലോകത്തോട് യാത്ര പറഞ്ഞ പ്രിയപ്പെട്ട ഒരു പാസ്റ്റർ യേശുദാസ് സാർ, ആദ്യകാലങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിക്കുക എന്ന് പറയുന്നത് വളരെ ദുർഘടമായൊരു സംവിധാനമായിരുന്നു. ആ ദുർഘടങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഇവിടെ നിന്ന് മാറ്റപ്പെട്ട ഒരാളാണ് പ്രിയങ്കരനായ യേശുദാസ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ പങ്കുവെച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് വരുന്നു. ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പളിനോട് സംസാരിക്കുമ്പോൾ, പ്രിൻസിപ്പൾ ഇവിടുത്തെ സിലബസിനെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് IGCSE കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു പാഠ്യ പദ്ധതിയാണ് പഠിപ്പിക്കുന്നതെന്ന്. പിന്നെയും ഞാൻ അന്വേഷിച്ചു അത് തിരുവനന്തപുരത്ത് എവിടെ പഠിപ്പിക്കുന്നു എന്ന്. ചുരുക്കം 2 സ്കൂളുകളിൽ മാത്രമാണ്, ഇൻ്റർനാഷണൽ സ്കൂളുകളിൽ മാത്രമാണ് ആ ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. കുഞ്ഞുണ്ണി മാഷ് പറയുന്ന പോലെ വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. ഇത് നമ്മൾ കേട്ടിട്ടുള്ളൊരു വാക്യമാണ്. പക്ഷേ എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ഞങ്ങൾക്കൊരു ആശയമുണ്ടായിരുന്നു. സ്കൂളിൻ്റെ ചുവരിൽ എഴുതി വയ്ക്കും, വായിച്ച് വളരുക, ചിന്തിച്ച് പ്രബുദ്ധരാകുക. വായിച്ചാൽ വളരും, അത് ചിന്തിച്ച് പ്രബുദ്ധരാകുക എന്നാണ്. വളരെ പ്രതീക്ഷയോടെയാണ് കുരുന്നുകളെ സോഫിയ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് നിങ്ങൾ ചേർത്തത്. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം കൊടുക്കുന്നത് പ്രഗത്ഭരായ അധ്യാപകരാണ്. വളരെ നന്നായി അവർക്ക് വിദ്യാഭ്യാസവും ഡിജിറ്റൽ സംവിധാനത്തിലൂടെയുള്ള സ്മാർട്ട് ക്ലാസ്സുകളുമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നിവിടെ കണ്ടപ്പോൾ മനസ്സിലായി. നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടും. അതോടൊപ്പം കുട്ടികളുടെ സ്വഭാവപരമായ കാര്യങ്ങളിൽ നന്നായി മാറ്റമുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ കൂടിയ ഈ സ്കൂളിൽ ചേർത്ത മക്കൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഒക്കെ മനസ്സ് നിറഞ്ഞ് ഞാൻ നന്ദി പറയുന്നു. ഇത്തരത്തിലുള്ള ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ എന്നെ ക്ഷണിച്ചതിനും നിങ്ങളോടൊപ്പം ഒക്കെ സംസാരിക്കുന്നതിനുമൊക്കെ സാധിച്ചതിൽ, ഒരു വേദി പങ്കിടുന്നതിലൊക്കെ സാധിച്ചതിൽ, അവസരം തന്നതിലൊക്കെ ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനോട് അതിയായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന വിൽഫർ സാർ മുന്നോട്ട് കടന്നു വന്ന് ചില വാചകൾ നമ്മൾ സംസാരിക്കും. അതിനുശേഷം പ്രൊഫസർ സുരേഷ് കുമാർ. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, എൻ്റെ മാനേജ്മെൻറ്റിലെ ഉത്തരവാദിത്തപ്പെട്ടവർ, യോഗ സാർ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ സന്തോഷകരമായൊരു നിമിഷമാണിത്. കാരണം നമ്മുടെ പ്രദേശത്ത് ഈ പിന്നോക്ക പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം, ഈ പഞ്ചായത്ത് ഏരിയയിൽ ഇപ്രകാരം ഒരു ഇൻ്റർനാഷണൽ സ്കൂള് ആരംഭിക്കാൻ താല്പര്യം കാണിച്ച ബഹുമാനപ്പെട്ട ജ്ഞാനദാസ് സാർ, അദ്ദേഹത്തിൻ്റെ കുടുംബം, അതിനോട് സഹകരിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഇങ്ങനൊരാശയം ഞാനുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ആശയങ്ങൾ പങ്കിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതേ പേരിൽ തന്നെ വടക്കേ ഇന്ത്യയിൽ ഇവിടെ ഒരു സ്കൂള് നേരത്തെ ആരംഭിച്ചു എന്നാണ് എൻ്റെ അറിവ്. അത് ശരിയാണോ ഇല്ലയെന്ന് അറിയില്ല.
എന്നാലും ഇതേ പേരിൽ തന്നെ എന്തോ ഒരു സ്ഥാപനം വടക്കേ ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ദേശത്ത് ഇപ്രകാരം ഒരു ഇൻ്റർനാഷണൽ സ്കൂൾ തുടങ്ങുവാൻ താല്പര്യം കാണിച്ച അതൊരു വലിയൊരു ചലഞ്ചാണ്, ഒരു റിസ്ക്കാണ്. അതെല്ലാം മറികടന്നുകൊണ്ട് കാര്യങ്ങൾ ഈ രീതിയിൽ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്ന ആ സ്കൂൾ മാനേജ്മെൻറ്റിനെ ഞാൻ അഭിനന്ദിക്കുകയും ദൈവം എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഈ സ്കൂളിന് നൽകട്ടെ. ഓരോ ദിവസം കഴിയുന്നതും ഇത് വളർച്ചയിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ മുമ്പിൽ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഈ അസുലഭമായ എനിക്ക് ലഭിച്ചിരിക്കുന്ന വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ ഈ സംരംഭവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കുട്ടിക്കാലമാണ്. ഞാൻ പ്രീ KG LKG ഒന്നും പഠിച്ച ആളല്ല. ഓലമേഞ്ഞ സ്കൂളിൽ നേരത്തെ ബഹുമാനമുള്ള MLA പറഞ്ഞതുപോലത്തെ ചുവരിനുള്ളിൽ സാധാരണ ബെഞ്ചിലിരുന്ന്, അന്ന് ബെഞ്ചിന് മുമ്പിൽ വേറൊന്നുമില്ല, ബെഞ്ച് മാത്രമുള്ള അങ്ങനൊരു പശ്ചാത്തലത്തിൽ പഠിച്ച് വളർത്തപ്പെട്ടവനാണ്. വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യബോധത്തെക്കുറിച്ച് ആധികാരികമായി ധാരാളം വിദ്യാഭ്യാസ വിചക്ഷണന്മാർ സംസാരിക്കുന്നത് ഇക്കാലത്ത് നമ്മൾ വളരെ ഭംഗിയായി കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഞാൻ പഠിച്ച കാലത്തെക്കുറിച്ചും ഇന്നത്തെ കാലത്ത് വന്നിരിക്കുന്ന മൂല്യച്യുതിയെക്കുറിച്ചും ഈ സന്ദർഭത്തിൽ എനിക്ക് അല്പമൊന്ന് നിങ്ങളുടെ മധ്യയെ പരാമർശിക്കണമെന്നുണ്ട്. ഞാൻ പഠിച്ച ആ സ്കൂൾ തലത്തിൽ നിന്ന് ഇന്ന് ഞാൻ തിരിഞ്ഞു പോകുമ്പോൾ എൻ്റെ ആ പഴയ സുഹൃത്തുക്കളെ കാണുന്ന സന്ദർഭത്തിൽ ഞാനൊരു പക്ഷേ അവരെയോ അവരൊരു പക്ഷേ എന്നെയോ കണ്ടാൽ ഉടൻ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അളയാ സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഓടി വന്നൊരു കെട്ടിപ്പിടിക്കുന്ന ഒരു അനുഭവം അന്നത്തെ വിദ്യാഭ്യാസത്തിൽ അന്നത്തെ കുട്ടികൾക്ക് ലഭ്യമായിരുന്നു. എന്നാൽ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ നോക്കുമ്പോൾ ഭാഷകളൊക്കെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന തലത്തിലേക്ക് വിദ്യാഭ്യാസം ഉയർന്നിട്ടുണ്ടെങ്കിലും ഇന്നൊരു വീട്ടിൽ തന്നെ ചെന്നാൽ അച്ഛൻ ഒരിടത്ത് മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കും, അമ്മ വേറൊരിടത്ത് കുത്തിക്കൊണ്ടിരിക്കും, പിന്നെ മക്കൾ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ പരിപൂർണമായി കാറ്റിൽ വലിച്ചെറിഞ്ഞിട്ട് വിദ്യാഭ്യാസം ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റി? ബന്ധങ്ങളില്ലാതെയായി. ബന്ധിപ്പിക്കുന്ന ഘടകങ്ങളുണ്ട്, പക്ഷേ അവിടെ ബന്ധം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്? അനാഥശാലകൾ ആവശ്യം പോലെ. വിദ്യാഭ്യാസത്തിൻ്റെ ആവിർഭാവത്തിൽ ബഹുമാനമുള്ള MLA പറഞ്ഞതുപോലെ പള്ളികൾ ഉണ്ടായപ്പോൾ പള്ളിക്കൂടങ്ങൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അങ്ങനെ വിദ്യാഭ്യാസം ഉണ്ടായി, അതെല്ലാം ക്രിസ്ത്യാനികൾ ഉണ്ടാക്കി. ഇന്ന് അനാഥശാല ഉണ്ടാക്കുന്നതും ക്രിസ്ത്യാനികളാണ്, വൃദ്ധസദനത്തിൻ്റെ ആളുകളും ക്രിസ്ത്യാനികളാണ്. വിദ്യാഭ്യാസം ഇന്ന് വേറൊരു തലത്തിലെത്തി. ആതുര സേവനത്തിൽ ഇപ്പോൾ മെഡിക്കൽ സയൻസിന് വലിയ പങ്കുണ്ടെന്ന് പറയുന്ന പോലെ വിദ്യാഭ്യാസം ഇന്ന് ഒരു ബിസിനസ്സായിരിക്കുന്ന ഒരു കാലത്തും കൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മറക്കരുത്. അടിസ്ഥാനപരമായി ബോധമുള്ള വ്യക്തിത്വങ്ങളെ വളർത്തിയെടുക്കാൻ തന്നെ ആയിരിക്കണം വിദ്യാഭ്യാസം. കർത്താവായ യേശു ക്രിസ്തു അന്നത്തെ സാമൂഹിക പരിതസ്ഥിതികളെയും അന്നത്തെ ഭരണവർഗത്തിനെതിരെയും അതിശക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ അറിയണം, എന്തറിയണം? സത്യമറിയണം. ഇന്ന് ഒരുപാട് അറിവുകളുണ്ട് മനുഷ്യർക്ക്. ആ അറിവുകൾ കൊള്ളയിലേക്കും കൊലപാതകത്തിലേക്കും ധ്രുവീകരണത്തിലേക്കും അങ്ങനെ തുടങ്ങിയ എല്ലാവിധ വൃത്തികേടുകളിലേക്കും ഒരു പരിധി വരെ വിദ്യാഭ്യാസം ഇതൊന്നും ചെയ്യുന്നവർ മണ്ടന്മാരെല്ലാം ധരിക്കരുത്. നേരത്തെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ ശരിയാണ്, പഠിച്ചില്ലെങ്കിലും വളരും, പഠിച്ചാലും വളരും. ഇപ്പോൾ വളർച്ച അതിൻ്റെ മൂല്യത്തിലായിരിക്കണമെന്ന തിരിച്ചറിവ് നൽകാൻ ഈ തികച്ചും ഗ്രാമീണമായ ഈ പശ്ചാത്തലത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ മഹത്തായ സംരംഭം
വിദ്യാഭ്യാസം എന്നതിൻ്റെ മൂല്യതയിലേക്ക് വിദ്യാർത്ഥികളെ അങ്ങനെ ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി ഉപയുക്തമാകുന്ന ഒന്നാകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ പുറകിൽ ഇതിനു വേണ്ടി അധ്യാധ്വാനം നടത്തിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് പ്രിയ ജ്ഞാനദാസ് സാർ, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അതിന് കഴിയട്ടെ എന്നും ഇത് ഈ നമ്മുടെ നാട്ടിൽ വളരെ മനോഹരമായ ഒന്നായി തല ഉയർത്തി നിൽക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമസ്കാരം. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം ഒരു 10 മിനിറ്റിനകത്ത് പൂർത്തീകരിക്കും. ദയവായി നിങ്ങളെല്ലാം സഹകരിക്കുക. ഇനി 3 വ്യക്തികളൂടെ നമുക്ക് പ്രധാനമായും ആശംസകൾ അറിയിക്കാനുണ്ട്. 1 മിനിറ്റ് അവരെടുക്കും. നമ്മുടെ ബോർഡ് മെമ്പേഴ്സായിരിക്കുന്ന പാസ്റ്റർ ഷിജോ സാമുവേൽ, ശേഷം നമ്മുടെ പാസ്റ്റർ യോവാസ് സാർ, അതിന് ശേഷം സത്യവേദസമനെ പ്രതികരിച്ചുകൊണ്ട് ഷാൻ സാർ 1 മിനിറ്റ് നമ്മോട് സംസാരിക്കും. സ്റ്റേജിലായിരിക്കുന്ന അധ്യക്ഷൻ, വിശിഷ്ടാതിഥികൾ, കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വന്ദനം. ഇന്ന് ഈ സ്കൂൾ ഇവിടെ ആരംഭിക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ആയിരിക്കുന്നത്. കഴിഞ്ഞ 18 വർഷമായിട്ട് ഈ സ്ഥാപനത്തോട് ചേർന്ന് ഞാൻ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ട് ഞാനിവിടെ കടന്നു വന്നു. അതിനുശേഷം ഈ സ്ഥാപനത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിപ്പാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ സ്കൂള് ഇവിടെ ആരംഭിക്കുമ്പോൾ അനേക കാര്യങ്ങൾ നമ്മൾ കേട്ടു. MLA വിദ്യാഭ്യാസത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്നത്തെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിച്ചു. എന്നാൽ ഞാനിവിടെ ഇരുന്നപ്പോൾ ഒരു കാര്യം ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഒരു മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, മരിയൻ റൈറ്റ് എഡലൻ എന്ന മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, ലോകത്തെ മികച്ച രീതിയിൽ മാറ്റുവാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ മാറ്റങ്ങളുടെയും അടിസ്ഥാനമെന്ന് പറയുന്നത് വിദ്യാഭ്യാസമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വിദ്യാഭ്യാസം ലഭിച്ച മനുഷ്യന് ഈ ലോകത്തിൽ അനേക മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുമെന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ആദ്യത്തെ ഒരു ഉദ്യമമല്ല. ഇതിനു മുമ്പ് നമ്മുടെ വിൽഫ്രഡ് സാർ പറഞ്ഞതുപോലെ വടക്കേ ഇന്ത്യയിൽ നമുക്ക് വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളുണ്ട്. ഒരു സ്കൂളുണ്ട് ഒറീസയിൽ. അതോടൊപ്പം 45ഓളം ട്യൂഷൻ സെൻറ്ററുകൾ 6 സംസ്ഥാനങ്ങളിലായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം ഡൽഹിയിൽ നമുക്കൊരു സ്ലം കുട്ടികളുടെ ഇടയിൽ വിദ്യാഭ്യാസം കൊടുക്കുവാനായിട്ടൊരു ശാലോം പ്രോജക്റ്റ് എന്ന് പറഞ്ഞ രീതിയിലൊരു സംരംഭവും പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ സ്കൂളും കൂടെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു നാഴികക്കല്ലാകുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഇവിടെ സ്കൂളിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അത് ഈ ദേശത്തിനും കേരളത്തിനും ഇന്ത്യയിലും മാത്രമല്ല വിദേശത്തും അനേക കുട്ടികൾക്ക് വരും കാലങ്ങളിൽ ഇത് പ്രയോജനപ്പെടട്ടെ. അനേകരുടെ കടന്നു വന്ന് പഠിച്ച് അവരുടെ ഭാവിയെ ദീപ്തമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സർവശക്തനായ ദൈവം ഇതിൻ്റെ എല്ലാ ഭാരവാഹികളെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജ്ഞാനദാസ് സാറ്, ജോൺ സാറ്, അതോടൊപ്പം ഷെജിൻ സാർ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വേദിയിലായിരിക്കുന്ന ബഹുമാന്യരായ അതിഥികളെ, അധ്യാപകരെ, കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കളെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. GSEC ഗ്ലോബൽ സോഷ്യോ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്, അതിനെ പ്രതിനിധീകരിച്ച് 1-2 വാക്കുകൾ പറയുവാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വാസ്തവം പറഞ്ഞാൽ കർത്താവ് ആലയത്തിലേക്ക് കടന്നുപോയപ്പോൾ അവൻ്റെ കയ്യിൽ പുസ്തകം കൊടുക്കപ്പെട്ടു. അവനൊരു വാക്യം വായിച്ചിട്ട് അവൻ പറഞ്ഞു, ദിസ് ഡേ ഈസ് യുവർ വിഷൻ അല്ലെങ്കിൽ യുവർ hearing blessed, because you have heard what is promised in the early days. ഈ ദിവസം a fulfillment of a great vision, the day of fulfillment of a great vision by a great visionary, Reverend ജ്ഞാനദാസ് ദാനം.
ജ്ഞാനദാസ് ദാനം എന്ന ഒരു നല്ല വിഷനറി അല്ലെങ്കിൽ ദർശകൻ താൻ മുൻകൂട്ടി കണ്ട ഒരു ദർശനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇന്ന് നാം ഇവിടെ കാണുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഗ്ലോബൽ സോഷ്യോ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. അപ്പോൾ എഡ്യൂക്കേഷനും ചാരിറ്റിയും വിദ്യാഭ്യാസവും സൽപ്രവർത്തികളും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി ഇതിനെ ഉയർത്തണം എന്നുള്ളതായിരുന്നു താല്പര്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് സോഫിയ ഇൻ്റർനാഷണൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നാണ്. പക്ഷേ റെസിഡൻഷ്യൽ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. നേരത്തെ വിൽഫ്രഡ് സാർ പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യയിൽ വന്ന സ്ഥലങ്ങളിൽ ഞങ്ങളുടെ സപ്പോർട്ടോടുകൂടെ ഇങ്ങനെ 1-2 സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടേതായ സ്വന്തം നിലവാരത്തിൽ ആരംഭിച്ച സ്ഥാപനം ഇതാണ്. ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സന്തോഷം നൽകുന്ന ഒരു സുദിനമാണ്. ദൈവം ഇതിനെ സാധ്യമാക്കി തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രിയപ്പെട്ട നാട്ടുകാരിൽ നിന്ന് ലഭിച്ചതായ എല്ലാ സഹകരണങ്ങൾക്കും നന്ദി പറയുന്നു. സാധാരണ ഒരു സ്ഥാപനം ഒരു സ്ഥലത്ത് ആരംഭിക്കുമ്പോൾ, അതും വിശേഷിച്ച് ഇങ്ങനെയുള്ള ഒരു നാട്ടുമ്പുറത്ത് ആരംഭിക്കുമ്പോൾ അതിൻ്റെ പ്രതികരണങ്ങൾ വ്യത്യസ്തമായ നിലകളിലായിരിക്കും, വിഭിന്നമായ പ്രതികരണങ്ങളായിരിക്കും. എന്നാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാർ ഈ സ്ഥാപനത്തിന് നൽകിയ സഹകരണത്തിനും നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്കും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു. ഈ സോഷ്യോ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ എല്ലാവർക്കും നന്ദി പറയുകയും ഇതിൻ്റെ ഉന്നമനത്തിനായി നിങ്ങളെല്ലാവരും ഇനിയും തുടർന്നും ഒരുമിച്ച് ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഡു യു ഡിസേർവ് ടു എൻ്റർ, then enter. Do you dare to enter? Then enter. Enter into the gates of wisdom. Open the doors of wisdom. Sesame, open sesame. Doors not of robbers, but of kings' treasuries containing wealth of wisdom. കൊള്ളക്കാരുടെ കഥകളല്ല, വാതിലുകളല്ല, പക്ഷേ രാജാക്കന്മാരുടെ ട്രഷറികൾ, ഭണ്ഡാരങ്ങൾ, അറിവിൻ്റെ ഭണ്ഡാരങ്ങൾ, ജ്ഞാനത്തിൻ്റെ സമ്പാദ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ജ്ഞാനത്തിൻ്റെ ഭണ്ഡാരങ്ങൾ തുറക്കുവാൻ വാതിലുകളെ തുറക്കുക. അങ്ങനെ അറിവിൻ്റെ ഭണ്ഡാരം തുറക്കുവാൻ ഇവിടെ ഒരു വാതിൽ ഇന്ന് തുറക്കപ്പെട്ടു. അത് എന്താണ്? വെൽത്ത് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിൻ്റെ കലവറ ആയിത്തീരുവാൻ ഞങ്ങൾ പരിശ്രമിക്കും. ഈ ജ്ഞാനം കൊണ്ട് അവർ ചീർത്തു പോകുവാനല്ല, ജ്ഞാനം ചീർപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അറിവ് ചീർപ്പിക്കുന്നു, മനുഷ്യനെ ചീർപ്പിക്കുവാനുള്ള. ചീർച്ചാൽ എന്ത് ചെയ്യും? കുറെ കഴിയുമ്പം നാറ്റം വരും, ചീർത്തു പോയാൽ അല്ലേ? അറിവ് ബട്ട് ചീർത്തു പോകുവാനല്ല, ജ്ഞാനം അതിൻ്റെതായ നിലവാരത്തിൽ അതിനെ ഉപയോഗിക്കുവാൻ മനുഷ്യനെ പഠിപ്പിക്കണം. പഠനം മാത്രം പോരാ. ഇന്നത്തെ തലമുറകൾ പഠിച്ച് വലിയ വലിയ കാര്യങ്ങൾ നേടുന്നുണ്ട്, ലക്ഷങ്ങൾ ശമ്പളമായി നേടുന്നുണ്ട്. പക്ഷേ അവരിൽ എന്ത് മൂല്യമാണ് നാം കാണുന്നത്? കുറെ പണം സമ്പാദിച്ച് കുറെ കാലം ജീവിച്ച് കുറെ ധൂർത്തടിച്ചങ്ങ് കഴിഞ്ഞാൽ ജീവിതം കഴിഞ്ഞുവോ? ജീവിതത്തിൻ്റെതായ ശരിയായ മൂല്യം മനസ്സിലാക്കണം. എന്താണ് ജീവിതം? അതുപോലെ സമശിഷ്ടങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുവാൻ you should know your neighbor, you should love your neighbor, you should do good to your neighbor, and you should always be grateful to your parents and loving your parents and obeying your parents, doing good to your parents. ഇമാതിരി
ഇന്ന് ശോഷിച്ചു കൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾ പഠനമാധ്യമങ്ങളിൽ ഇല്ല. കുറേ പഠിച്ച് കുറേ ഡിഗ്രി ഉണ്ടാക്കുക ആൻഡ് ഏൺ മോർ മണി, അതല്ല, അതോടൊപ്പം ദൈവികമായ നല്ല മൂല്യങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അധ്യാപകരോട് ഞാൻ ഇതുവരെ ഒന്നും ഇങ്ങനെ നേരിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങൾ കുറേ അറിവിൻ്റെ ഭണ്ഡാരങ്ങളെ അവർക്ക് കൊടുക്കുവാനല്ല, ചെറുപ്പം മുതലേ അവരിൽ നല്ല മൂല്യബോധങ്ങൾ വളർത്തി അവരെ പഠിപ്പിക്കണം. സോഷ്യോ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഉദ്ദേശം ടു ലവ് ദ പൂവർ ആൻഡ് ദ ഡൗൺ ട്രാഡൻ, താഴേക്കിടയിൽ കിടക്കുന്നവരെ സ്നേഹിക്കുവാനും അവരെ പൊക്കിക്കൊണ്ടുവരുവാനും. അത് ഈ കുട്ടികളിൽ നിങ്ങൾ നിക്ഷിപ്തമാക്കണം, ആ ഉദ്ദേശം സഫലമാക്കണം. അത് നിങ്ങളെക്കൊണ്ട് അത് സാധ്യമാക്കണം, അവരെ അത് പഠിപ്പിക്കണം. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ LPS നമുക്ക് ഇവിടുത്തെ പോലെ അന്നത്തെ പോലെ pre-KG LKG UKG ഒന്നുമില്ല. ഒറ്റത്തോർത്തോ അല്ലെങ്കിൽ ഒറ്റമുണ്ടോ അല്ലെങ്കിൽ ഒരു നിക്കറോ വള്ളി പൊളിഞ്ഞ നിക്കറോ ഇട്ടുകൊണ്ട് ഒരു പക്ഷേ കീറി പറഞ്ഞതോ അല്ലെങ്കിൽ അപ്പോഴേ ആ വർഷത്തേക്ക് പുതുതായിട്ട് തച്ചു കൊടുത്ത ഒറ്റ ഷർട്ടോ ഇട്ടുകൊണ്ട് ഒരു കുട്ടി ഒരു സ്ലേറ്റും കയ്യിൽ പിടിച്ചങ്ങ് പോകും. പക്ഷെ അവിടെ അധ്യാപകർ മൂല്യബോധം അവരെ പഠിപ്പിക്കുമായിരുന്നു. അന്ന് പറഞ്ഞ ഒന്ന് രണ്ട് അദ്ദേഹം പാടിയ ഒരു പാട്ട്, ഹെഡ് മാസ്റ്റർ പാടിയ ഒന്ന് രണ്ട് പാട്ട് ഞാൻ ഇന്ന് പറഞ്ഞു. കാരുണ്യം നീതിയും ആരിലും വിനയവും ചേരേണം ഗുരുഭക്തി ഭൂതതയും സത്യം സദാചാരവും. ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്, ആ പാട്ട് പഠിപ്പിക്കാറുണ്ട്. ക്ഷണമോരോന്ന് പോകവേ ക്ഷയിച്ചിടുന്നു ജീവിതം, ഗുണം അസംഖ്യം ആളുകൾക്ക് ചെയ്തിടേണ്ടുണ്ടിവൻ. ഇങ്ങനെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ ഈ വേദി ഉപയോഗപ്രദമാകട്ടെ, ഈ സ്കൂൾ ഫലപ്രദമാകട്ടെ. ആ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് എന്തെല്ലാം സഹായം ഈ ട്രസ്റ്റിൻ്റെ പേരിൽ ചെയ്യേണ്ടി വരുമോ അതൊക്കെയും ചെയ്യുവാൻ ട്രസ്റ്റ് ഒരുക്കമാണ്, ബാധ്യസ്ഥരാണ്. അത് ഈ ട്രസ്റ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ല. ഇതിൻ്റെ കീഴിൽ സോഫിയ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നുള്ള ഒരു ട്രസ്റ്റ് കൂടെ ഉണ്ട്. ആ ട്രസ്റ്റിൻ്റെ നിയന്ത്രണത്തിലാണ്. എങ്കിലും അതിൻ്റെ മേൽനോട്ടം G-സെക്റ്റിനാണ്. എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ മേൽനോട്ടം ഉണ്ടാകും. ഈ കാര്യം സാധ്യമാക്കി തീർക്കുവാൻ റവറൻ ജ്ഞാനദാസ് ദാനം, തൻ്റെ കുടുംബം, സോഫിയ, അവരൊക്കെയും ചെയ്ത വലിയ പ്രയത്നങ്ങളെ ഈ സമയം ഓർക്കുന്നു. അതിനു മുമ്പായി ഈ സ്ഥാപനത്തിൽ നേരത്തെ മിസ്റ്റർ ചന്ദ്രബാബു പറഞ്ഞതുപോലെ ഈ ദർശനങ്ങളൊക്കെയും സഫലമാക്കുവാൻ ആഗ്രഹിച്ച് പ്രവർത്തിച്ച ഒരു ആത്മാവുണ്ട്, പാസ്റ്റർ യേശുദാസ്. അദ്ദേഹത്തെയും ഈ സമയം ഓർക്കുകയും ഇന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റവറൻ ജ്ഞാനദാസ് ദാനം, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ മറ്റ് കുടുംബാംഗങ്ങൾ, യേശുദാസ് പാസ്റ്ററുടെ വൈഫ്, അദ്ദേഹത്തിൻ്റെ നമ്മുടെ ചന്ദ്രബാബു അവരുടെ ഭാര്യയും കുഞ്ഞും, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഈ സംരംഭത്തിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ള വസ്തുത നിങ്ങളെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അധ്യാപകരെയും മാതാപിതാക്കളെയും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ച് ഈ സ്ഥാപനത്തെ അതിൻ്റേതായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധമായ ഭാവുകങ്ങളും ട്രസ്റ്റിൻ്റെ പേരിലുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ നടത്തിപ്പുകാർക്ക് ദൈവജ്ഞാനവും വിവേകവും നൽകി നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി.
ഈ വേദിയിലായിരിക്കുന്ന അധ്യക്ഷൻ, ഉദ്ഘാടകൻ, വേദിയിലായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഗുരുജനങ്ങൾ, മാതാപിതാക്കളെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 1 മിനിറ്റ് സമയമാണ് എനിക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദീർഘമായിരിക്കുന്ന ഒരു ആശംസാ പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ശൂദ്രൻ ജ്ഞാനം കേട്ടാൽ അവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്നുള്ള ഒരു നിയമം നിന്നിരുന്നതായിരിക്കുന്ന ഈ ദേശത്ത് ഇംഗ്ലീഷ് മിഷണറിമാരുടെ വരവോടുകൂടെ ഉണ്ടായ വിപ്ലവകരമായിരിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ മാറ്റം വർണ്ണവ്യത്യാസങ്ങളില്ലാതെ ഏവർക്കും വിദ്യാഭ്യാസം പ്രാപിക്കാമെന്നുള്ള നിലവാരത്തിൽ എത്തി നിൽക്കുന്ന ഒരു സുവർണ കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. അതിനെ വളരെ വ്യക്തമായി ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു തലമുറയെ വാർത്തെടുക്കുവാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുന്നു. അതോടൊപ്പം ഒരു കലാകാരൻ ഇപ്രകാരം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അക്ഷരജ്ഞാനം അറിവല്ല, അറിവിൻ്റെ രക്ഷാ കവാടമാണെന്നുള്ളത് ഓർക്കുക. ഈ അറിവിൻ്റെ രക്ഷാ കവാടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന പേരിലും സത്യവേദ സെമിനാരിയുടെ സ്റ്റാഫിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കും എൻ്റെ എല്ലാവിധമായിരിക്കുന്ന ആശംസകളും നേരുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ മാനം, അതിൻ്റെ തലങ്ങൾ ഇവിടെ ഒരു ചെറിയ ആരംഭമായി കുറിക്കുമ്പോൾ തന്നെ ഇതിന് ആരംഭം കുറിച്ച ദൈവദാസൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇത് ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയായി നാളെ മാറപ്പെടണമെന്നുള്ളതാണ്. അതിന് പ്രാരംഭമായി കുറിച്ച ഈ തുടക്കം ഇതുവരെ താൻ ആഗ്രഹിച്ച ദർശനങ്ങളെ പൂർത്തീകരിച്ചവനായിരിക്കുന്ന ദൈവം വരുന്ന കാലങ്ങളിൽ ആ രണ്ടാമത് വച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്കും എത്തിച്ചേരുവാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇതിൻ്റെ പ്രിൻസിപ്പൽ, വിശേഷാൽ ഗുരുജനങ്ങളായിരിക്കുന്നവരെ, നിങ്ങളെല്ലാവരും ഒരു പുതിയ തലമുറ, ദൈവഭയമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ, യോവാസാറ് പറഞ്ഞതുപോലെ മൂല്യം ഉള്ളതായിരിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആശംസകൾ. ആശംസ അറിയിച്ച എല്ലാവർക്കും നന്ദി. നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. അനൗൺസ്മെൻറ്റുകളായിട്ട് ഒത്തിരി കാര്യങ്ങളൊന്നും പറയാനില്ലെങ്കിലും നമ്മുടെ നാഷണൽ ആന്തം കഴിഞ്ഞതിന് ശേഷം പാരൻസ് കുഞ്ഞുങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുവരിക. ഒരു ഫോട്ടോ നിങ്ങളെടുത്തതിന് ശേഷം ക്ലാസ്സിലേക്ക് പോകാനായിട്ടാണ് ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് ക്ലാസ് ഉള്ളവരില്ല, നിങ്ങൾ പാരൻസ് തിരിച്ചു പോകുമ്പോൾ ക്ലാസ് റൂമും ടീച്ചേഴ്സിനെയൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാം. നാളെ മുതൽ ക്ലാസ് ഉണ്ടായിരിക്കും. ബസ്സിൻ്റെ സൗകര്യം ചെയ്യുന്നുണ്ട്. ആ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ടൈമിംഗ് എല്ലാം നിങ്ങളുടെ അതാത് സബ്ജക്റ്റ് ഗ്രൂപ്പുകളിൽ അതിൻ്റെ അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. പ്രീ ഓപ്പണിംഗ് സെറമണിയിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സ്ഥിരമായ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ളൊരു ബസ് ടൈം ഫിക്സ് ചെയ്യുന്നതിന് നമുക്ക് അല്പം സമയം, കാരണം വണ്ടി ഓടിയെത്തുന്ന ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഞങ്ങളത് നമുക്ക് അതിൻ്റെ അനുസരിച്ച് മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ ചില ദിവസങ്ങളിൽ ടൈമിങ്ങിൻ്റെ ചില വ്യത്യാസങ്ങൾ കണ്ടേക്കാം. എങ്കിലും ക്ലാസ്സിനെ അത് ബാധിക്കാത്ത രീതിയിൽ ഞങ്ങൾ ആ കാര്യം കൈകാര്യം ചെയ്യുന്നതാണ്. നിങ്ങളുടെ സഹകരണത്തെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ യൂണിഫോമിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ചില പരാതികൾ വന്നിട്ടുണ്ട്. വെനസ്ഡേ യൂണിഫോം, അതിൻ്റെ ചെറിയ സൈസിലുള്ള യൂണിഫോം എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി കുറച്ചുകൂടെ വരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വലിയ യൂണിഫോം കിട്ടി അത് സ്യൂട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റിയെടുക്കാം. അതുപോലെ റെഗുലർ യൂണിഫോം കിട്ടിയിട്ടുള്ളവർക്ക് സെക്കൻഡ് പെയർ റെഡി ആവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായ ചേഞ്ചസ്, അല്ലെങ്കിൽ വണ്ണം കൂടി പോയോ അല്ലെങ്കിൽ ടൈറ്റാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ടീച്ചേഴ്സിനെ അറിയിക്കുക. ഇപ്പോൾ ഉള്ള അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓൾട്രേഷൻ നിങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ അടുത്ത പെയറിൽ കൃത്യമായ രീതിയിൽ അത് കാര്യം ചെയ്യുന്നതാണ്. അതുപോലെ ഫുഡ്, മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ മീറ്റിങ്ങിൽ അത് പറഞ്ഞു. അതുപോലെ കോസ്റ്റ്ലി ആയിട്ടുള്ള
ഓർണമെൻറ്റ്സ് അതുപോലെയുള്ളത് കോസ്റ്റ്ലി ആയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ല, നമുക്കത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളാണ്, അപ്പോൾ അത് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രയാസമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയുമാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഞാൻ പറയുന്നത്. മറ്റ് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങളായിട്ട് ഞാൻ പങ്കുവയ്ക്കും. ഇപ്പോൾ നമ്മുടെ ആരതി ടീച്ചർ, ഷീ വിൽ കം ഫോർവേഡ്. ഒരു നന്ദി വാചകങ്ങളായിട്ട് ഷീ വിൽ. ഗുഡ് മോർണിംഗ് ഓൾ. നിങ്ങൾക്കേവർക്കും കൃതജ്ഞത അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ ഈ ഓപ്പണിംഗ് സെറമണി ഇത്രയും നന്നായി മനോഹരമായി നടത്താൻ നമ്മെ സഹായിച്ച സർവേശ്വരനെ ഞാൻ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റ്, ബോർഡ് മെമ്പേഴ്സ്, നമ്മുടെ സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് മറ്റ് സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഉദ്ഘാടന കടമ നിർവഹിച്ച നമ്മുടെ MLA, ബഹുമാനപ്പെട്ട MLA ജി സ്റ്റീഫൻ സാറിന് ഞാൻ നന്ദിയോടെ ഓർമ്മിക്കുന്നു. നമുക്ക് ആശംസകൾ അർപ്പിച്ച എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെയായിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഞാൻ അത്യധികം സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എൻ്റെയും നമ്മുടെ സ്കൂളിൻ്റെയും പേരിൽ നിങ്ങൾക്ക് ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിപ്പോൾ ദേശീയ ഗാനം പാടി നമുക്കത് സിക്കും. സോ ഷാൽ ബി ഓൾ സ്റ്റാൻഡ് ടുഗെദർ വിത്ത് റെസ്പെക്ട്. നമുക്കെല്ലാവർക്കും ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ നമുക്ക് जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उच्चल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तब शुभ नामे जागे तब शुभ आशीष मांगे गाए तब जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. താങ്ക് യു ഓൾ. എല്ലാവർക്കും ചായയും ചെറിയ സ്നാക്സും കരുതിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഭക്ഷിക്കുക. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ദയവായി കുഞ്ഞുങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരിക. പാരൻസ് ദയവായി ശ്രദ്ധിക്കുക. നമ്മുടെ ഗസ്റ്റുകളും ടീച്ചേഴ്സും ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാവരും പല വഴിക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും മുമ്പോട്ട് വന്ന് നമുക്ക് ആ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. അതിനുശേഷം കുഞ്ഞുങ്ങളെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാം. yes students, please help us in arranging the things, please. Dear parents, it's a historical moment, so kindly come with your children. ഇത് ഞങ്ങളുടെ ഒരു ചരിത്രപരമായ തുടക്കമാണ്. സ്കൂളിൻ്റെ ആദ്യത്തെ ബാച്ചാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. സോ വി നീഡ് എ ഗ്രൂപ്പ് പിക്ചർ. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് പിക്ചർ എടുക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് പ്രിയ മാതാപിതാക്കൾ മുന്നിലേക്ക് വരണം. കുഞ്ഞുങ്ങളെ അറേഞ്ച് ചെയ്ത് നടത്തുന്നതായിരിക്കും. പ്രിയ ടീച്ചേഴ്സ്, ഡിയർ ടീച്ചേഴ്സ്, പ്ലീസ് കം ഫോർവേഡ് ആൻഡ്
Thank you.